അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യതിരുനാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിന്റെ വിലപ്പെട്ട ദാസി ആൻസി പൗലോസ് ആണ്. അരോമ ടി വി പ്രേക്ഷകരിൽ പല പ്രിയപ്പെട്ടവരും പലപ്പോഴായിട്ട് ആവശ്യപ്പെട്ട ഒരു കാര്യമാണ് കർത്താവിന്റെ ദാസി ആൻസി പൗലോസിനെ അരോമ ടി വിയിൽ സാക്ഷ്യത്തിനായിട്ട് ക്ഷണിക്കണമെന്ന്. ഏറെ ദിവസങ്ങൾക്ക് ശേഷം നമുക്ക് കർത്തൃദാസിയുടെ ജീവിതാനുഭവവും സാക്ഷ്യവും കേൾക്കുവാൻ ഒരു അവസരം ലഭിച്ചിരിക്കുന്നു. കർത്തൃദാസിയുടെ ജീവിതത്തിലെ ഒരുപാട് അനുഭവങ്ങളും ഓർമ്മകളും ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് അരോമ ടി വി പ്രേക്ഷകരോടൊപ്പം ദൈവനാമ മഹത്വത്തിന് വേണ്ടി പങ്കുവയ്ക്കുന്നു. നമുക്ക് ഏവർക്കും വളരെ ഏറെ പ്രചോദനവും വിശ്വാസവും ആത്മീയ അനുഗ്രഹങ്ങളും ഉണർവിനും മുഖാന്തരമായി തീരുന്ന തന്റെ ജീവിതാനുഭവം ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുകയും കേൾക്കുകയും ചെയ്യാം. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കാം. അവർക്കും അതിലൂടെ അനുഗ്രഹം അനുഭവിക്കുവാൻ ദൈവനാമം മഹിമപ്പെടുവാൻ മുഖാന്തരമായി തീരും. മാത്രമല്ല, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ സ്ക്രീൻ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വിശേഷിച്ചാൽ പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ ഓൺലൈനിലൂടെ നടക്കപ്പെടുന്ന പ്രാർത്ഥനയിലും നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ്. നാം എല്ലാവരും ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിന്റെ വിലപ്പെട്ട ദാസി പ്രിയ ആൻസി പൗലോസിനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടി വി പ്രേക്ഷകരോടൊപ്പം സാക്ഷ്യം പറയുന്നതിനായിട്ട് ക്ഷണിച്ചോളും. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അരോമ ടി വിയിലൂടെ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എൻ്റെ പ്രാണപ്രിയനെ ഉയർത്താൻ എൻ്റെ ജീവിതത്തിൽ ലഭിച്ച ഒരു വലിയ അവസരത്തിനായി ഞാൻ കർത്താവിനെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ അരോമ ടി വി പ്രേക്ഷകർക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ആൻസി പൗലോസ് എന്നാണ്. കർത്താവിന്റെ മഹത്വമുള്ള വേല കർത്താവ് അയക്കുന്ന സ്ഥലങ്ങളിൽ വിശ്വസ്തയോടെ ചെയ്യുവാൻ അത്യധികവും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ സെൽഫ് ഇൻട്രൊഡക്ഷൻ ഇവിടെ അവസാനിപ്പിക്കുക. കാരണം ബാക്കി പിന്നാലെ ജീവിതാനുഭവങ്ങളിലൂടെയും ബാല്യകാല സ്മരണകളിലൂടെയും ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ കർത്താവിനെ നടത്തുന്ന വഴികളിലൂടെയൊക്കെ സഞ്ചരിക്കുമ്പോൾ അത് പറയുമ്പോൾ നിങ്ങൾക്ക് കൂടുതലായി മനസ്സിലാക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അരോമ ടി വിയിലൂടെ അനേകർക്ക് ആശ്വാസമായി, അനേകർക്ക് തണലായി, അനേകർക്ക് ബലമായി, തളർന്നിരിക്കുന്ന മനസ്സുകൾക്ക് ആശ്വാസമായി നിങ്ങൾ ഓരോരുത്തരും കേൾക്കുന്ന സാക്ഷ്യങ്ങൾ വാസ്തവത്തിൽ സ്വർഗത്തിലെ ദൈവം ഇറങ്ങി വന്ന് ഓരോരുത്തരുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചതാണ് എന്നുള്ള സത്യം മനസ്സിലാക്കുമ്പോൾ ഞാൻ ഒത്തിരി കർത്താവിനെ സ്തുതിക്കുന്നു. നമ്മളെ ഈ ഭൂമിയിലാക്കിയിരിക്കുന്നത് കർത്താവ് തന്റെ ശിഷ്യന്മാരെ പ്രാർത്ഥന പഠിപ്പിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിക്കണം: സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ രാജ്യം എന്താണെന്ന് നമ്മൾ എപ്പോഴും ചിന്തിക്കാറുണ്ട്. സ്വർഗരാജ്യത്തിൽ പോവുക എന്നുള്ളത് നമ്മുടെ സ്വപ്നമാണ്, നമ്മുടെ ആഗ്രഹമാണ്, നമ്മുടെ പ്രത്യാശയാണ്. പക്ഷേ ദൈവത്തിന്റെ രാജ്യം ഭൂമിയിൽ കൊണ്ടുവരിക എന്നുള്ളത് നമ്മുടെ കർത്തവ്യമാണ്. എന്താ ദൈവത്തിന്റെ രാജ്യം? നമുക്ക് തിരുവചനത്തിൽ കാണാൻ കഴിയുന്നുണ്ട്: നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും. ഇത് എപ്പോഴാണോ നമ്മുടെ നടുവിൽ വ്യാപരിക്കുന്നത്, അപ്പോൾ ദൈവരാജ്യം നമ്മുടെ നടുവിൽ വന്നു കഴിഞ്ഞു. പ്രിയൻ എൻ്റെ ശബ്ദത്തിലൂടെ എൻ്റെ അപ്പൻ എന്നെ നടത്തിയ, എൻ്റെ പ്രാണപ്രിയൻ എന്നെ നടത്തിയ, എൻ്റെ പ്രതിസന്ധികളിൽ എനിക്ക് കൂട്ടായി നിന്ന, എൻ്റെ വേദനകളിൽ എനിക്ക് തണലായി നിന്ന, സത്യത്തിൽ തുറന്നു പറഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞപ്പോൾ എൻ്റെ കൂടെ കരഞ്ഞ ആ യേശുവപ്പായെ പറ്റി ഇന്ന് പകൽ നിങ്ങളോട് ഈ മാധ്യമത്തിലൂടെ സംസാരിപ്പാൻ ദൈവം എനിക്ക് ഒരുക്കി തന്ന വിലയേറിയ അവസരത്തെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ ഓർക്കുകയാണ്. ഞാൻ ജനിച്ചത് ഇടുക്കി ജില്ലയിലെ ഏലപ്പാറയ്ക്കടുത്തുള്ള ഹെലിബറിയ എന്ന് പറഞ്ഞൊരു തേയിലത്തോട്ടത്തിൽ ജോലി ചെയ്യുന്ന ഒരു മാതാവിന്റെ പിതാവിന്റെ 3 മക്കളിൽ മൂത്തവളായിട്ടാണ് ജനിച്ചേ. എൻ്റെ പിതാവ് തികഞ്ഞൊരു മദ്യപാനിയായിരുന്നു. എൻ്റെ മാതാവ് തികഞ്ഞ ആസ്മാരോഗിയായിരുന്നു. രണ്ടുപേർക്കും എസ്റ്റേറ്റിൽ നിന്ന് ജോലി ചെയ്ത് കിട്ടുന്ന പൈസ അവരുടേതായിട്ടുള്ള വ്യക്തിപരമായ ആവശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ മദ്യപിക്കുന്നതിനായി പിതാവും ആശുപത്രിയിൽ പോകുന്നതിനായി എൻ്റെ മാതാവും ഉപയോഗിച്ചിരുന്നു. ഞങ്ങൾ 3 മക്കൾ വളരെ പ്രതിസന്ധിയിലൂടെ കടന്നുപോയൊരു ബാല്യകാലമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. ഒത്തിരി പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ വരും. ഈ കർത്താവിനെ അറിഞ്ഞിരുന്നില്ല. ഒരു നാമധേയ ക്രിസ്ത്യാനി കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട ഞങ്ങൾക്ക് യേശു അപ്പ എന്നും അന്യനായിരുന്നു. ആ രീതിയിലുള്ള പ്രാർത്ഥനകളും ആ രീതിയിലുള്ള ദൈവത്തോടുള്ള സംസാരങ്ങളും മാത്രമായിരുന്നു ഞങ്ങളുടെ ഹൃദയത്തിന് ആശ്വാസമായിരുന്നത്. എന്നാൽ എൻ്റെ ബാല്യത്തിൽ തന്നെ ശ്വാസമെടുക്കാൻ തത്രപ്പാട് കഴിച്ച് ആസ്മ രോഗത്താൽ ഭാരപ്പെടുന്ന അമ്മയെ നോക്കി നെടുവീർപ്പിട്ട് ഞങ്ങൾ മക്കൾ 3 പേരും കരഞ്ഞിട്ടുണ്ട്. ഒരുപാട് നിലവിളിച്ചിട്ടുണ്ട്. കാരണം അമ്മ മരിച്ചു പോകുമെന്നുള്ള ഭയം ഞങ്ങളുടെ ഹൃദയത്തെ ഭരിച്ചിട്ടുണ്ട്.
എന്നാൽ ജോലി കഴിഞ്ഞ് തരിമ്പ് പോലും വെളിവില്ലാതെ മദ്യപിച്ച് മതോന്മത്തനായി ആരുടെയെങ്കിലൊക്കെ സഹായത്തോടെയോ അല്ലെങ്കിൽ തന്നെത്താനെ ആടിയോ ഭവനത്തിൽ കയറി വരുന്ന പിതാവ് ഞങ്ങളുടെ ജീവിതത്തിന് ഒരിക്കലും ആശ്വാസമായിരുന്നില്ല. വീട്ടിൽ പ്രശ്നമോ വഴക്കോ പ്രതിസന്ധികളോ ഒന്നും താനായിട്ടുണ്ടാക്കുകയില്ല എങ്കിൽ പോലും ഞങ്ങളുടെ ഹൃദയത്തിനകത്തെ അത് വല്ലാതെ തളർത്തി കളഞ്ഞിരുന്നു. ഒത്തിരി ദാരിദ്ര്യം, ഒരുപാട് പ്രയാസം, നല്ല വസ്ത്രം ധരിക്കാനില്ലാതെ, കാലിലിടാൻ നല്ല ചെരുപ്പില്ലാതെ, നല്ല ഭക്ഷണം കഴിക്കാനില്ലാതെ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരൊക്കെ അടുത്തടുത്ത് താമസിക്കുന്നവരുടെ വാതിൽക്കലൊക്കെ ഞങ്ങൾ പോയി നോക്കി നിൽക്കാറുണ്ട്. ഞാൻ ഇന്നലെ എന്ന വണ്ണം ഇന്നും ഓർക്കുന്നുണ്ട്. വേട്ടപ്പട്ടിയെ ആട്ടി ഓടിക്കുന്നത് പോലെ എന്നെയും എൻ്റെ സഹോദരങ്ങളെയും ഭക്ഷണത്തിന് വേണ്ടി അവര് കഴിക്കുന്നത് കണ്ടുകൊണ്ട് കാത്തു നിന്നിട്ട്, നോക്കി നിന്നിട്ട് അതിന്റെ പേരിൽ ഞങ്ങളെ ഓടിച്ചത് ഇന്നലെ എന്ന വണ്ണം ഇന്ന് ഞങ്ങൾ ഓർക്കുന്നുണ്ട്. അഭിമാനമാ യേശുവിനെ കുറിച്ച് പറയാൻ, സന്തോഷമാ യേശുവിനെ കുറിച്ച് പറയാൻ. കാരണം വളരെ വേദനയും വളരെ പ്രയാസവും പ്രതിസന്ധിയും നിറഞ്ഞ ഒരു ബാല്യകാലം ഞങ്ങളുടെ ജീവിതത്തിൽ മറക്കാനാവാത്തതാ. സ്കൂളിൽ അടയ്ക്കാൻ 7 രൂപയും 15 രൂപയൊക്കെ ഫീസുള്ള ഒരു കാലഘട്ടത്തിൽ അത് കൊടുക്കാൻ പോലും നിവൃത്തിയില്ലാതെ ദിവസങ്ങളോളം മാനേജ്മെന്റ് സ്കൂളാണ്, നാമധേയ ക്രിസ്ത്യാനികളുടെ സ്കൂളാണ്, പെന്തക്കോസുകാരെന്നോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാമ്പത്തിക പരാധീനത അനുഭവിക്കുന്നവരെന്നോ കണ്ടു കഴിയുമ്പോൾ അവരുടെ ഭാഗത്ത് നിൽക്കേണ്ടി വന്ന അവഗണനകൾ, പ്രിയരിൽ നിന്ന് നിൽക്കേണ്ടി വന്ന അവഗണനകൾ, അമ്മയുടെ രോഗം, പിതാവിന്റെ മദ്യപാനം, എസ്റ്റേറ്റുകാർ പണി കഴിപ്പിച്ചു തന്ന ഒറ്റമുറിക്കകത്ത് ഞങ്ങൾ 5 പേരുടെ താമസം, ഒത്തിരി ഭാരത്തിലും പ്രയാസത്തിലൂടെ കടന്നുപോയ ഒരുപാട് ദിനരാത്രങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. കരയാതെ ഉറങ്ങാത്ത രാത്രികളുണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാ. വയറ് നിറച്ചും ഭക്ഷണം കഴിഞ്ഞിട്ട് കിടന്ന രാത്രികളുണ്ടോ എന്ന് ചോദിച്ചാലും സംശയമാ. അപ്പോഴൊന്നും ഈ യേശുവപ്പായെ ഞങ്ങൾക്ക് അറിഞ്ഞിരുന്നില്ല. ഒരിക്കൽ എൻ്റെ മാതാവ് ശ്വാസം എടുക്കാൻ തത്രപ്പാട് കഴിച്ച് എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ച് നിന്നപ്പോൾ ഒരു കർത്താവിന്റെ ദാസൻ പറഞ്ഞ വചനം, യേശുവിനെ കുറിച്ച് പറഞ്ഞു കൊടുത്ത വാക്കുകൾ എൻ്റെ അമ്മയുടെ ഹൃദയത്തെ ഒരുപാട് സ്വാധീനിച്ചു. എൻ്റെ അമ്മ തന്റെ കുടുംബത്തിൽ 7 മക്കളിൽ മൂത്തയാളാ. 7 മക്കളിൽ ആ കാലഘട്ടത്തിൽ 7 മക്കളിൽ മൂത്തയാളെന്ന് പറയുമ്പോൾ ഒരുപാട് പ്രയാസവും പ്രതിസന്ധിയും വേദനയൊക്കെ അനുഭവിച്ച് കഷ്ടതയൊക്കെ അനുഭവിച്ച് ഭക്ഷണത്തിന് പോലും വകയില്ലാതെ സ്വന്തം സഹോദരങ്ങൾക്ക് വേണ്ടി തന്റെ ഇഷ്ടങ്ങൾ പോലും മാറ്റിവെച്ച് ജീവിക്കേണ്ടി വന്ന ഒരമ്മയാ എൻ്റെ അമ്മ. അന്നും പക്ഷേ ഉപദേശിമാരെ കാണുമ്പോൾ, ഉപദേശിമാരെയും കുടുംബത്തെ കാണുമ്പോൾ ഒരു നാമധേയ ക്രിസ്ത്യാനി ആയിരുന്നാൽ പോലും അവർക്ക് എന്തെങ്കിലും കൊടുക്കണമെന്നും അവരുടെ അടുക്കൽ പ്രാർത്ഥിക്കണമെന്നും ഒരു ചിന്ത എൻ്റെ അമ്മയുടെ ഹൃദയത്തിൽ ചെറുപ്പത്തിലേ ഉണ്ടായിരുന്നു എന്നാ ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അതനുസരിച്ചായിരിക്കാം കർത്താവ് വളരെയധികം പ്രതിസന്ധിയിലൂടെ കടന്നുപോയ സമയത്ത് ഒരു ദേവദാസന്റെ വാക്കുകൾ, ഒരു ഉപദേശിയുടെ വാക്കുകൾ കേട്ടിട്ട് ഈ യേശുവപ്പായെ യഥാർത്ഥമായി മനസ്സിലാക്കി യേശുവപ്പായുടെ പിന്നാലെ അനുഗമിക്കാൻ എൻ്റെ അമ്മ തീരുമാനിച്ചു. എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയരോട് ഞാൻ പറയാം കേട്ടോ, യേശുവപ്പായെ അനുഗമിക്കുന്നതും യേശുവപ്പായെ പിന്തുടരുന്നതും യേശുവപ്പായെ സ്നേഹിക്കുന്നതും യേശുവപ്പയ്ക്ക് വേണ്ടി ജീവിക്കുന്നതും താൽക്കാലിക ലക്ഷ്യങ്ങളെ മുൻനിർത്തി ആവരുത് എന്നൊരു അപേക്ഷ എനിക്ക് നിങ്ങളോടുണ്ട്. ഈ ഭൂമി വിട്ട് നാം എല്ലാവരും പോകേണ്ടവരാണെന്നുള്ളൊരു വസ്തുത നാം എല്ലാവരും മനസ്സിലാക്കണം. ഈ ഭൂമിയിലുള്ളതല്ല നമുക്ക് പ്രാധാന്യം, ഇതിനപ്പുറത്തൊന്നുണ്ട്. അവിടെയാണ് നമ്മുടെ പ്രത്യാശ. എൻ്റെ അമ്മയെ ഒരിക്കലും ഓർത്തില്ല ഈ കർത്താവിനെ അറിഞ്ഞ് ജീവിച്ചു കഴിയുമ്പോൾ കുടുംബത്തിന്റെ സ്ഥിതി മാറുമെന്നോ അല്ലെങ്കിൽ പിതാവിന്റെ മദ്യപാനം മാറുമെന്നോ അമ്മയുടെ ആസ്മാരോഗം മാറുമെന്നോ ഇതൊന്നും ആയിരുന്നില്ല ലക്ഷ്യമെന്ന് ഒരുപാട് പ്രാവശ്യം എന്നോട് സംസാരിക്കുമ്പോഴൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. മൂത്ത മകളായ ഞാൻ ഒത്തിരി കഠിന വേദനയും ഒത്തിരി പ്രയാസവും വളരെ ചെറുപ്പത്തിൽ തന്നെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. സഹോദരങ്ങളെല്ലാം വിശന്നും അല്പം ഭക്ഷണം കഴിച്ചും സ്കൂളിൽ 7-8 കിലോമീറ്റർ നടന്നു പോയി പഠിച്ചിട്ട് വന്നതിന്റെ ക്ഷീണം നിമിത്തവും ഒക്കെ രാത്രി കിടന്നുറങ്ങുമ്പോ ശ്വാസം എടുക്കാൻ തത്രപ്പാട് കഴിക്കുന്ന അമ്മ ഇന്നും എൻ്റെ ഹൃദയത്തിനകത്ത് ഓർമ്മയാ. ആ സമയത്ത് ആരെ വിളിക്കണം എന്ത് ചെയ്യണമെന്ന് അറിയാതെ വളരെ ചെറുപ്രായത്തില് ചൂടുവെള്ളം കൊടുത്തും പുറന്നിരുമ്മി കൊടുത്തും ഒക്കെ രാത്രിയെ പകലാക്കിയിരുന്ന ദിവസങ്ങൾ ഒത്തിരിയാ എന്റെ ജീവിതത്തില്. പ്രിയരെ, ഈ യേശുപ്പയെ കണ്ടുമുട്ടിയത് കൊണ്ട് ഞാൻ മുമ്പ് പറഞ്ഞ വാക്കുകൾ ഒരിക്കൽ കൂടെ ആവർത്തിക്കാം. കാര്യമായ മാറ്റങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നില്ല. ആസ്മ രോഗത്തിന് സൗഖ്യം കിട്ടിയില്ല, പിതാവിന്റെ മദ്യപാനം മാറിയില്ല, ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറിയില്ല, മറ്റുള്ളവരുടെ സ്നേഹം ഞങ്ങൾക്ക് വീണ്ടും ലഭിച്ചില്ല. പഴയതിനേക്കാളും അപ്പുറമായ ഒരു സാഹചര്യം ഉണ്ടായോ എന്ന് ചോദിച്ചാൽ എനിക്ക് അങ്ങനെ പറയുന്നതിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം, ആരും
അതുവരെയും ഞങ്ങളുടെ ഹൃദയത്തിനകത്ത് പകർന്നു തന്നിട്ടില്ലാത്ത ഒരു ദിവ്യ സമാധാനത്താൽ ഞങ്ങളുടെ ഹൃദയത്തെ ദൈവം നിറച്ചു. പ്രയാസമാണെങ്കിലും പ്രതിസന്ധിയാണെങ്കിലും രോഗമാണെങ്കിലും പിതാവിന്റെ മദ്യപാനമാണെങ്കിലും ഞെരുക്കമാണെങ്കിലും ഒക്കെ എവിടെയൊക്കെയോ അകത്തളത്തിൽ ഒരു പ്രത്യാശ, ഈ ഒരു സന്തോഷം, ഒരു സമാധാനം ഈ യേശുപ്പായ ജീവിതത്തിൽ നേടിയതിലൂടെ ഞങ്ങൾക്ക് ലഭിക്കുവാനിടയായി തീർന്നു. ഒരു വാക്ക് നിങ്ങളോട് പറയാൻ കേട്ടോ, ആരോമ TV പ്രേക്ഷകരോട് ഒരു വാക്ക് പറയാൻ കേട്ടോ. വിഷയത്തിന് മറുപടിയല്ല പ്രധാനം, അപ്പൻ തരുന്ന സമാധാനമാ പ്രധാനം. ആ സമാധാനം നമ്മുടെ അകത്തളത്തെ ഭരിച്ചു കഴിയുമ്പോൾ ഏത് പ്രതിസന്ധിയെയും, എത്ര ഭാരമേറിയ വിഷയത്തെയും മറികടക്കാൻ അത് നമ്മെ സഹായിക്കും. ആ സമാധാനം എപ്പോഴാ അകത്തളത്തിൽ വരുന്നതെന്നറിയാമോ? യേശുപ്പ അകത്ത് വന്നു കഴിയുമ്പോൾ, നമ്മുടെ ഹൃദയം യേശുപ്പയ്ക്ക് വേണ്ടി സമർപ്പിച്ചു കഴിയുമ്പോൾ. സ്കൂളിൽ വിട്ട് ഒരു ദിവസം ഞങ്ങൾ 3 പേരും കൂടെ വന്നപ്പോൾ പതിവിലും സന്തോഷവതിയായി അമ്മയെ കണ്ടു. കാര്യങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞു, നമ്മൾ ഇനി പോകുന്നത് ഒരു പെന്തക്കോസ്ത് ചർച്ചിലാണ്. കാരണം ഞാൻ യേശുപ്പായെ കണ്ടുമുട്ടി. ഞങ്ങൾക്ക് ഒത്തിരി ബാങ്ക് ഡെപ്പോസിറ്റ് ഞങ്ങളുടെ അമ്മ കരുതി വെച്ചില്ല, ഒത്തിരി ഫിക്സഡ് ഡെപ്പോസിറ്റ് ഞങ്ങൾക്ക് കരുതി വെച്ചില്ല, സ്ഥലം വാങ്ങിച്ചു തന്നില്ല, വീടോ പ്രോപ്പർട്ടിയോ ഒന്നും ഞങ്ങൾക്ക് വേണ്ടി കരുതിയില്ല. പക്ഷെ വളരെ സന്തോഷത്തോടെ, നിറകണ്ണുകളോടെ ഇന്ന് പകൽ നിങ്ങളോട് ഈ വാക്കുകൾ ഞാൻ ഉച്ചരിക്കുമ്പോഴും നന്ദിയോടെ ഞാൻ എൻ്റെ മാതാവിനെ ഓർക്കുകയാ. മറ്റൊന്നുമല്ല, ആർക്കും തന്റെ മക്കൾക്ക് വേണ്ടി കരുതാൻ പറ്റാത്ത ഒരു ഉത്തമ സമ്പത്ത്, യേശു എന്ന സമ്പത്ത് ഞങ്ങളുടെ ഹൃദയത്തിനകത്ത് ഞങ്ങളുടെ മാതാവ് വളരെ ചെറുപ്പത്തിൽ തന്നെ നിറച്ചു. ഒത്തിരി പ്രയാസവും പ്രതിസന്ധിയും പട്ടിണിയൊക്കെ ജീവിതത്തിന്റെ പടകിലും മുമ്പിൽ കണ്ടുകൊണ്ട് യാത്ര ചെയ്യുമ്പോഴും, സെക്കുലർ എഡ്യൂക്കേഷൻ, സ്കൂളിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങളോ, സ്കൂളിൽ ടോപ്പസ്റ്റ് ആവണമെന്ന നിർബന്ധങ്ങളോ, അല്ലെങ്കിൽ സ്കൂളിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിക്കണമെന്ന നിബന്ധനകളൊന്നും ഞങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ ബൈബിൾ പഠിക്കാൻ, യേശുവിനെ കുറിച്ച് അറിയാൻ, ബൈബിളിലെ പോർഷൻസ് കാണാതെ പഠിക്കാൻ, യേശു അപ്പച്ചന്റെ കാര്യങ്ങളിൽ മുൻനിരയിൽ നിൽക്കാൻ ഞങ്ങളുടെ മാതാവ് ഞങ്ങളെ നിരന്തരം പ്രേരിപ്പിക്കുമായിരുന്നു. അമ്മമാരോട് ഞാനൊരു വാക്ക് പറയാൻ കേട്ടോ, നിങ്ങൾ കോടിക്കണക്കിന് രൂപയോ ലക്ഷക്കണക്കിന് ആസ്തിയോ പ്രോപ്പർട്ടിയോ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വലിയ കരുതലുകളൊന്നും നടത്തിയില്ലെങ്കിലും ബാല്യത്തിൽ തന്നെ യേശുവിനെ അവരുടെ ഹൃദയത്തിൽ കൊടുക്കണം. അതൊരിക്കലും നഷ്ടമാവില്ല. ഞങ്ങളുടെ ജീവിതത്തിൽ അന്ന് ഞങ്ങളുടെ മാതാവ് വളരെ കഷ്ടതയുടെയും വേദനയുടെയും പ്രയാസത്തിന്റെയും ബുദ്ധിമുട്ടിന്റെയും പട്ടിണിയുടെയും നടുവിൽ ഞങ്ങൾക്ക് പകർന്നു തന്ന യേശുവിന്റെ സ്നേഹവും യേശുവിലുള്ള വിശ്വാസവുമാ ഇന്ന് പകൽ ഈ സമയം വരെയും, നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന സമയം വരെയും ഞങ്ങളെ നിർത്തിയത്. പ്രിയരെ, പിതാവിന്റെ മദ്യപാനം ഒന്നും ആ സമയത്ത് മാറിയില്ല എന്നുള്ളത് വാസ്തവമാ. മാതാവിന്റെ രോഗം ഒന്നും ആ സമയത്ത് മാറിയില്ല എന്നുള്ളത് വാസ്തവമാ. പക്ഷേ ആരും അറിയാത്ത ഒരു നന്മ പിതാവ് ഞങ്ങൾക്ക് വേണ്ടി കരുതി. ആരും തരാത്തൊരു സമാധാനം പിതാവ് ഞങ്ങൾക്ക് വേണ്ടി കരുതി. പ്രത്യേകാൽ ഈ അപ്പായെ അറിഞ്ഞ് കർത്താവിന്റെ നാമത്തിൽ ഇറങ്ങി തിരിച്ചത് നിമിത്തം ഒരുപാട് പ്രതിസന്ധികൾ പഴയതിലധികം ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്നു. ഞാൻ നിങ്ങളോട് മുമ്പ് പറഞ്ഞതുപോലെ ഒരു നാമധേയ ക്രിസ്ത്യാനി കുടുംബത്തിൽ അത്യാവശ്യം നല്ല കുടുംബത്തിന്റെ പേര് പറയാൻ പറ്റുന്ന വിധത്തിലുള്ള, കുടുംബാംഗങ്ങളുടെ പേര് പറയാൻ പറ്റുന്ന വിധത്തിലുള്ള ബന്ധങ്ങളുള്ള കുടുംബത്തിൽ ജനിച്ചതാകയാൽ പെട്ടെന്ന് പെന്തക്കോസിലേക്ക് അല്ലെങ്കിൽ യേശുവപ്പനിലേക്കുള്ള പോക്ക് ആർക്കും ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. പലരും മദ്യപിച്ച് വരുന്ന എൻ്റെ പിതാവിനോട് പറയുമായിരുന്നു, നീ അവരെ വിടരുത്, അവരെ പ്രാർത്ഥനയ്ക്ക് വിടരുത്, പ്രാർത്ഥിക്കാൻ സമ്മതിക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി എൻ്റെ പിതാവിനോട് പറഞ്ഞ് വല്ലാത്തൊരു പരുവത്തിൽ, വല്ലാത്ത ദേഷ്യത്തിൽ എൻ്റെ പിതാവിനെ ആക്കിയിട്ടായിരുന്നു പല ദിവസങ്ങളിലും എൻ്റെ പിതാവ് ഭവനത്തിൽ വന്നത്. 2 മണി വരെ, 1 മണി വരെ, 3 മണി വരെയൊക്കെ ഉറക്കാതെ രാത്രി മുഴുവനും ഈ പ്രാർത്ഥനയ്ക്ക് പോകുന്നതിന്റെയും ആരാധിക്കുന്നതിന്റെയും പ്രാർത്ഥിക്കുന്നതിന്റെയും പേര് എൻ്റെ അമ്മയോട് ദേഷ്യപ്പെട്ട് ഉപദ്രവിക്കത്തില്ല എന്ന് പറഞ്ഞാലും വാ കൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വീടിനകത്ത് അസഭ്യം പുലമ്പിക്കൊണ്ട് നിന്ന ദിവസങ്ങളും രാത്രികളും ഒക്കെ ഞാൻ ഇന്നലെ എന്ന വണ്ണം ഇന്നും ഓർക്കുകയാ. അരുമനാഥനോട് എനിക്ക് ഭയങ്കര സ്നേഹമാ. ആ സമയത്ത് എങ്ങനെയും ഈ ഭൂമി വിട്ട് പോയാൽ മതി എന്ന് ചിന്തിക്കാവുന്ന വിധത്തിലുള്ള പ്രതിസന്ധികൾ ജീവിതപ്പടകിൽ ആഞ്ഞടിച്ചപ്പോഴും ഞങ്ങളെ നിൽക്കാൻ സഹായിച്ചത് കഴിവല്ല, നാഥന്റെ കൃപയാ. ഒരിക്കൽ പ്രയാസവും പ്രതിസന്ധിയും സഹിക്കവയ്യാതെ വന്നപ്പോൾ, പട്ടിണി സഹിക്കവയ്യാതെ വന്നപ്പോൾ, എൻ്റെ പിതാവിന്റെ അച്ഛന്റെ മദ്യപാനം മാറത്തില്ല എന്നൊരു ചിന്ത എൻ്റെ അമ്മയുടെ ഹൃദയത്തിലും, അമ്മയുടെ രോഗത്തിന്റെ ഒരു ശമനം വരത്തില്ല എന്നൊരു ചിന്തയൊക്കെ എൻ്റെ അമ്മയുടെ ഹൃദയത്തിൽ വന്നപ്പോൾ ഞാൻ ഓർക്കുന്നു, ഞാൻ 6ാം ക്ലാസ്സിലും എൻ്റെ സഹോദരൻ 4ാം ക്ലാസ്സിലുമാ പഠിക്കുന്നത്. എൻ്റെ സഹോദരി അതിലും തീർത്തും കുഞ്ഞാ. ഇന്ന് പക്ഷെ ഞങ്ങൾ എല്ലാവരും കർത്താവിന്റെ വേലയില്ല. ആ സമയത്ത് എൻ്റെ അമ്മ ഞങ്ങളെ 3 പേരെ പിടിച്ചു നിർത്തിയിട്ട് പറഞ്ഞു, നിങ്ങൾ ആരും സ്കൂളിൽ പോകണ്ട,
ഉടനെ എന്റെ സഹോദരൻ പെട്ടെന്ന് എടുത്ത് ചോദിച്ചു, അതെന്നാ അമ്മേ ഇന്ന് ഞങ്ങൾ സ്കൂളിൽ പോകണ്ട എന്ന് പറയുന്നതെന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു, നമുക്ക് മരിക്കാം, നമുക്ക് ജീവിക്കണ്ട. എനിക്ക് നിങ്ങളെ ഈ ഭൂമിയിൽ ഒറ്റയ്ക്കാക്കിയിട്ട് പോകുന്നതിനോട് താല്പര്യമില്ല. നമുക്കെല്ലാവർക്കും മരിക്കാമെന്ന് പറഞ്ഞപ്പോൾ എന്റെ സഹോദരൻ, ഞാൻ ഇന്നലെ എന്ന വണ്ണം ഓർക്കുന്നു, ഒരു ചെക്കിന്റെ ഷർട്ടാ, ബ്രൗൺ കളർ, വളരെ ചെക്കിന്റെ ഷർട്ടാ അവരിട്ടിരിക്കുന്നത്. അതും ട്രൗസറും ഇട്ട് 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന എന്റെ സഹോദരൻ എന്റെ അമ്മയുടെ അടുക്കൽ വന്ന് എന്റെ അമ്മയുടെ കൈ പിടിച്ചുകൊണ്ട് എന്റെ അമ്മയോട് പറഞ്ഞു, അമ്മേ ഞങ്ങളെ ആരെയും കൊല്ലരുത്, അമ്മയും മരിക്കണ്ട. ഞാൻ ഇവിടെ എസ്റ്റേറ്റിൽ റീമോഡലിന്റെ പണി നടക്കുന്നുണ്ട്, ആ കോൺട്രാക്ടറോട് സംസാരിച്ച് ഇഷ്ടിക ചുമക്കാൻ പോകാം എന്ന് പറഞ്ഞു. അറിയപ്പെടുന്ന ഒരു അഭിഷിക്തനായി ഇന്നവൻ. ഇന്ന് എന്റെ സഹോദരൻ ലോകം അറിയപ്പെടുന്ന ഒരു അഭിഷിക്തനാ. പക്ഷേ ഞങ്ങളുടെ ബാല്യകാലത്തിൽ അന്ന് മുതൽ ആ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് താൻ ഇഷ്ടിക ചുമന്ന് കിട്ടുന്ന പൈസ എന്റെ അമ്മയുടെ കയ്യിൽ കൊണ്ട് കൊടുക്കുമ്പോൾ എന്റെ അമ്മ ഉള്ളുരുകി കരഞ്ഞത് ഇന്നലെ എന്ന വണ്ണം ഇന്നും ഓർക്കുന്നുണ്ട് പ്രിയരെ. നമ്മുടെ ബുദ്ധിമുട്ടുകളോ, നമ്മുടെ വേദനകളോ, നമ്മുടെ കഷ്ടങ്ങളോ, നാം കടന്നു വന്ന കനൽ വഴികളൊന്നും ഒന്നും ഒന്നും മറന്നു കളയുന്ന ഒരു ദൈവത്തെ അല്ല കേട്ടോ നമ്മൾ സേവിക്കുന്നത്. മറന്നു കളയുന്ന ഒരു ദൈവത്തെ അല്ല നാം സേവിക്കുന്നത്. അക്കമിട്ട് മറുപടി തരുന്ന ഒരു ദൈവത്തെയാ സേവിക്കുന്നത്. ഒരു ഭക്തനായ ഒരു മനുഷ്യൻ ഇങ്ങനെ പാടി, അവൻ ആർക്കും കടക്കാരനല്ല, അവൻ ആർക്കും ബാധ്യതയല്ല. പ്രിയരെ, എത്ര പേർക്ക് അതിന്റെ അർത്ഥം മനസ്സിലാക്കിയാണ് അത് പാടുന്നത് എനിക്കറിയത്തില്ല. പക്ഷേ ഞങ്ങൾക്ക് എൻ്റെ അപ്പ ഒരിക്കലും കടക്കാരനായിട്ടില്ല. അന്ന് അനുഭവിച്ച കഷ്ടങ്ങൾ, അന്ന് അനുഭവിച്ച പ്രയാസങ്ങൾ ഞങ്ങളുടെ കൂട്ടുകാരിൽ പരമായി, കുടുംബാംഗങ്ങളിൽ പരമായി, പ്രിയപ്പെട്ടവരിൽ പരമായി, ആട്ടി ഓടിച്ചവരിൽ പരമായി ഇന്ന് ഞങ്ങളെ മാനിച്ച് അപ്പയുടെ പെട്ടകം ചുമക്കുന്നവരാക്കി ഞങ്ങളെ മാറ്റിയെങ്കിൽ ആ ദൈവം നിങ്ങളുടെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ വിശ്വസ്തനാക്കട്ടോ. ഞാനൊരു സാക്ഷ്യം പറഞ്ഞുകൊണ്ട് ആരോമ ടിവിയിലേക്ക് ഈ ഒരു മാധ്യമത്തിലൂടെ ഒരു സാക്ഷ്യം പറഞ്ഞ് അവസാനിപ്പിക്കാനല്ല ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഈ നാഥനെ യഥാർത്ഥമായി പിന്തുടരുന്നവരാരും ലജ്ജിച്ചു പോകത്തില്ല എന്ന് പറയാനാ. 147-ാം സങ്കീർത്തനത്തിൽ ഒരു വാക്യമുണ്ട്, യഹോവ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും, സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥന. അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? സത്യമായി വിളിച്ചപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണെന്നറിയോ? ആ സത്യത്തിൽ നിലനിൽക്കാതെ വണ്ണം സാഹചര്യം നമ്മളെ പിന്തിരിപ്പിക്കും. ആ സത്യത്തിൽ തുടരാൻ അനുവദിക്കാതെ വണ്ണം പ്രതികൂലത്തിന്റെ കാറ്റുകൾ നമ്മുടെ ജീവിതപ്പടകിൽ ആഞ്ഞടിക്കും. പക്ഷേ ആ സാഹചര്യമല്ല വലുത്, ആ പ്രതിസന്ധി അല്ല വലുത്, ആ പ്രതികൂലമല്ല വലുത്. അറിഞ്ഞ സത്യത്തിൽ, അറിഞ്ഞ വിശ്വാസത്തിൽ പ്രാണപ്രിയനിൽ ഉറച്ചു നിന്നാൽ ഒരിക്കലും ഒരിക്കലും ആർക്കും അടുത്തു വരാൻ പറ്റിയില്ലെങ്കിലും അപ്പ അടുത്തു വരും. അതാ പറയുന്നത്, സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥനാകുന്നു. എന്റെ ജീവിതത്തിന്റെ അനുഭവം കൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇന്ന് പകൽക്കാലം സംസാരിക്കുന്നത്. ബാല്യകാലത്തിൽ ഒത്തിരി പ്രതിസന്ധികളും പ്രശ്നങ്ങളും വേദനകളൊക്കെ അനുഭവിച്ച് കടന്നു വന്നു. അവിടുന്ന് പ്രാണപ്രിയനെ കൈവിടാതെ എൻ്റെ അമ്മ ഞങ്ങളെ വിശ്വാസത്തിന്റെ തീവ്രതയിൽ വളർത്തുവാനിടയായി തീർന്നു എന്ന് തന്നെ പറയാം. രാത്രിയിലൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്, കോട്ടേജ് മീറ്റിങ്ങിന് തേയിലത്തോട്ടത്തിന്റെ നടുക്കുള്ള എസ്റ്റേറ്റുകാർ പണി കഴിപ്പിച്ച ലൈൻസിലൊക്കെ ഞങ്ങൾ താമസിക്കുന്നത്. ദീർഘദൂരം യാത്ര ചെയ്ത കോട്ടേജ് മീറ്റിങ്ങിനും എല്ലാ പ്രാർത്ഥനകൾക്കും പോന്നെ. സ്കൂൾ വിട്ട് എത്ര താമസിച്ചു വന്നാലും, എത്ര ശാരീരിക ബലഹീനതയായിട്ട് വന്നാലും പ്രാർത്ഥന മുടക്കാൻ ഞങ്ങളുടെ അമ്മ ഞങ്ങളെ സമ്മതിക്കുമായിരുന്നില്ല. ഞങ്ങളെ 3 മക്കളെയും കൂട്ടിക്കൊണ്ട്, ചിലപ്പോൾ പെരുമഴയായിരിക്കും, ഒരു കുടയെ കാണത്തുള്ളൂ. അമ്മ പറയും, തല മാത്രം നനയാതിരുന്നാ മതി, ബാക്കി നനഞ്ഞാലും പ്രശ്നമില്ലെന്ന് പറയും. കൊടിയ കാടിന്റെ നടുവിൽ കൂടെ വീശിയടിക്കുന്ന കാറ്റിന്റെ ആ ഇടയിലൂടെ ഞങ്ങളെയും കൊണ്ട് പ്രാർത്ഥനയ്ക്ക് പോകും. എല്ലാവരും വീട്ടിൽ ചെന്നാൽ പോലും ഞങ്ങൾക്ക് വീട്ടിൽ ചെല്ലാൻ പറ്റത്തില്ല. കാരണം ഒരു 10 സ്റ്റെപ്പ് നടന്നു കഴിയുമ്പോ ആസ്മ തീവ്രമായി ശ്വാസം എടുക്കാൻ തത്രപ്പെടുന്ന അമ്മയെ ഞാൻ ഇന്ന് ഓർക്കുന്നു. എന്റെ അപ്പ എത്ര നല്ല അപ്പായ, എന്റെ അപ്പ എത്ര വിശ്വസ്തനാ, എന്റെ അപ്പ എത്ര സ്നേഹനിധിയാണെന്ന് ജീവിതത്തിൽ ഞങ്ങൾ ആവോളം അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. അമ്മയുടെ പുറംതിരിമയും നടക്കാൻ വയ്യാതെ വരുമ്പോൾ, എന്നാ പ്രാർത്ഥനയ്ക്ക് വരാതിരിക്കുവോ പോകാതിരിക്കുവോ അത് ചെയ്യത്തില്ല. പക്ഷെ യേശുപ്പയോടുള്ള സ്നേഹത്തിന്റെ പൂർണ്ണതയിൽ മക്കൾ 3 പേരും ക്രിസ്തുവിൽ വളരണമെന്നുള്ള ആഗ്രഹത്തിൽ എന്റെ അമ്മ ഒറ്റ പ്രാർത്ഥന മുടക്കാതെ ഞങ്ങളെ വിളിച്ചുകൊണ്ട് പോകും. പ്രാർത്ഥനയ്ക്ക് കൂടെ വന്നവരും എല്ലാവരും അവരുടെ വീട്ടിൽ ചെന്നാൽ പോലും ഞങ്ങൾ ഭവനത്തിലെത്തുമായിരുന്നില്ല. കാരണം 10 സ്റ്റെപ്പ് നടക്കുമ്പോൾ അമ്മയ്ക്ക് ശാരീരികമായ ആസ്മ കൂടും. വഴിയിൽ എവിടെയെങ്കിലും അമ്മ ഇരിക്കുമ്പോൾ അമ്മയുടെ പുറം തിരുമിയും അമ്മയെ പയ്യെ 10 സ്റ്റെപ്പ് പിന്നെയും നടത്തി പിന്നെയും ഇരുത്തി ഞങ്ങൾ 3 മക്കളും വട്ടം കൂടി നിന്ന് ഭവനത്തിൽ കൊണ്ടുവരുന്ന ഒരുപാട് രാത്രിയായപ്പോഴായിരിക്കും ഭവനത്തിൽ വരുന്ന അവസ്ഥ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ഭവനത്തിൽ വരുമ്പോഴോ എന്റെ പിതാവോ കുടിച്ച് ഒരു പക്ഷെങ്കിലും ഡോറ് പോലും തുറക്കത്തില്ല. പല പ്രാവശ്യം അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പ്രാർത്ഥന കഴിഞ്ഞ് വരുമ്പോൾ കുടിച്ച് മതോന്മത്തനായി വന്ന
ഉറങ്ങിപ്പോകും. ചിലപ്പോൾ വിളിച്ചാൽ തുറക്കത്തില്ല. മണിക്കൂറുകൾ പെരുമഴയത്ത് വെള്ളം ഒഴുകിപ്പോകുന്ന കാനയുടെ സൈഡിൽ ഞാനും എൻ്റെ സഹോദരങ്ങളും ഇരുന്ന് ഒത്തിരി പ്രാവശ്യം മണിക്കൂർ എൻ്റെ അപ്പന് സുബോധം വരുന്നത് വരെ വെളിയിലിരുന്ന അവസ്ഥകൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. എൻ്റെ സഹോദരൻ ഒരിക്കൽ പുറത്തിരുന്ന് അമ്മയ്ക്ക് ശ്വാസം മുട്ടൽ കൂടി, പെരുമഴയാണ്, ഞങ്ങളുടെ കാലുകളെല്ലാം മരവിച്ചു, വെള്ളം ഒഴുകി പോകുന്ന കാനയുടെ സൈഡിലിരുന്ന് വീടിനകത്ത് കയറാൻ യാതൊരു നിർവാഹവും ഇല്ലാത്തതിന്റെ പേരിൽ ഓട് പൊളിച്ച് അകത്ത് കയറി അകത്തൂടെ വീട് തുറന്ന് ഞങ്ങളെ അകത്ത് കയറ്റിയ അവസരം വരെ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പ്രതിസന്ധിയുടെ നടുവിലും വേദനയുടെ നടുവിലും ബുദ്ധിമുട്ടിന്റെ നടുവിലും ഭക്ഷണമില്ലായ്മയും പ്രതിസന്ധി ദാരിദ്ര്യത്തിന്റെ ഒക്കെ നടുവിലും യേശുപ്പന്റെ പാത പിന്തുടരാനും പാട്ടുപാടി പ്രാർത്ഥിച്ച് ഒരു രാത്രി പോലും പാട്ടുപാടി പ്രാർത്ഥിക്കാത്ത രാത്രി ഉണ്ടാവത്തില്ല. അങ്ങനെ തമ്പുരാന്റെ കൃപയാൽ ഞങ്ങളെ സ്വർഗം നടത്തി. അതിന് ഞങ്ങളുടെ അമ്മ ഞങ്ങളുടെ മുമ്പിൽ നിന്ന് ഒരു അമരക്കാരിയായി ചുക്കാൻ പിടിച്ച് ഞങ്ങളെ മക്കളെ 3 പേരെയും കൊണ്ടുവരുവാനിടയായി തീർന്നു. ഞങ്ങളുടെ ബേസിക് എഡ്യൂക്കേഷൻ ഒക്കെ കഴിഞ്ഞു. എൻ്റെ സഹോദരൻ പല കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി പോയി. ഞാൻ നഴ്സിംഗ് പഠിക്കാൻ വേണ്ടി പോയി. പ്രീ ഡിഗ്രിയുടെ വിദ്യാഭ്യാസം കഴിഞ്ഞ് നഴ്സിംഗിന് ഞാൻ പോയി. എൻ്റെ സഹോദരൻ മെക്കാനിക്കൽ, ഡ്രൈവിംഗ്, അങ്ങനെ പലതും പഠിക്കാൻ വേണ്ടി പോയി. പക്ഷെ ഒരു സ്ഥലത്ത് പോലും ഉറയ്ക്കാൻ ഞങ്ങൾക്ക് പറ്റിയില്ല. ഞാൻ എൻ്റെ നഴ്സിംഗ് പഠനം പൂർത്തിയാക്കിയെങ്കിലും എൻ്റെ സഹോദരന് ഒരിടത്ത് പോലും ഉറയ്ക്കാൻ ഇടയായില്ല. ഒരു സാഹചര്യവും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. കർത്താവിന്റെ ആലോചനയും കർത്താവിന്റെ നിയോഗവും പലപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. 3 പേരും പെട്ടകം ചുമക്കുന്നവരായി മാറും, കർത്താവിനെ ഉയർത്തുന്നവരായി മാറുമെന്നുള്ള ആ ദൈവിക വാഗ്ദത്തം ഞങ്ങളുടെ മേൽ ഉള്ളത് കൊണ്ട് തന്നെയാണെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുകയാണ്. ഒന്നിലും സ്ഥിരപ്പെടാൻ, കംപ്ലീറ്റ് ചെയ്യാൻ അനുവദിക്കാതെ ഭവനത്തിലേക്ക് മടങ്ങി വരുന്ന അവസ്ഥയുണ്ടായി. എന്നാൽ തന്റെ 17ാമത്തെ വയസ്സിൽ താൻ ഒരു തീരുമാനമെടുത്തു. എൻ്റെ സഹോദരൻ ഒരു തീരുമാനമെടുത്തു. ഞാൻ തിരുവചനം അഭ്യസിക്കാൻ കടന്നു പോകുകയാ, കർത്താവിന്റെ മഹത്വമുള്ള വേല ചെയ്യാൻ വേണ്ടി ഞാൻ തീരുമാനിക്കുകയാണെന്ന് തന്റെ ഹൃദയത്തിൽ താൻ എടുത്ത തീരുമാനം ഞങ്ങളുടെ കുടുംബത്തിന്റെ സ്ഥിതിയെ മുഴുവനും മാറ്റിമറിച്ചു. 18ാമത്തെ വയസ്സിൽ കർത്താവിന് വേണ്ടി പൂർണ്ണമായി ദൈവവേലയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ട ഒരു അഭിഷിക്തനെ കൊണ്ട്, ഒരു ദൈവദാസനെ കൊണ്ട് എൻ്റെ വിവാഹം നടത്തുവാനിടയായി തീർന്നു. ഞങ്ങൾ ഒത്തിരി പ്രതിസന്ധിയും ഒത്തിരി പ്രശ്നങ്ങളും ഒക്കെ ഞങ്ങളുടെ ജീവിത പടകിലും ആഞ്ഞടിച്ചു. ഞങ്ങളുടെ 20ാമത്തെ വയസ്സ്, എൻ്റെ 20ാമത്തെ വയസ്സിൽ ഞങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ട 2 പെൺമക്കളെ ഒന്നിച്ച് കർത്താവ് തന്നു, ഇരട്ട കുട്ടികളാ. എന്നാൽ അവരുടെ മുന്നോട്ടുള്ള കാര്യങ്ങളും അവരുടെ ഭക്ഷണ കാര്യങ്ങളും അവരുടെ വളർച്ചയുടെ കാര്യങ്ങളും അവരുടെ വിദ്യാഭ്യാസത്തിന്റെ കാര്യങ്ങളും ഒക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി ചോദ്യചിഹ്നമായിരുന്നു. പ്രതിസന്ധികൾ മാറി മാറി ജീവിതത്തിൽ വരുന്നുണ്ടെങ്കിലും പ്രാർത്ഥനയ്ക്കോ ആരാധനയ്ക്കോ ഉപവാസത്തിനോ ഒന്നും ഒരു കുറവുമില്ലാതെ ഞങ്ങളുടെ കുടുംബത്തിനകത്ത് കണ്ടിന്യൂസ് അതിങ്ങനെ തുടരുന്ന ഒരു സാഹചര്യം. എൻ്റെ അമ്മ ഒരുപാട് ഉപവസിക്കുന്ന അമ്മയായിരുന്നു. എൻ്റെ സഹോദരൻ ഒരുപാട് ഉപവസിക്കുന്ന ആളാണ്. ഞാനും കർത്താവിന്റെ പാദപീഠത്തെങ്കിൽ എന്നാൽ ആവോളം മാക്സിമം അപ്പന്റെ പാദപീഠത്തെങ്കിൽ ഇരിക്കാൻ ശ്രമിക്കുന്ന എൻ്റെ സഹോദരിയും അങ്ങനെ തന്നെ. അങ്ങനെ പ്രാർത്ഥിച്ച് അപ്പന്റെ അടുക്കൽ നിന്ന് പ്രാപിക്കുന്ന, നേടിയെടുക്കുന്ന ഒരു സ്വഭാവം ഞങ്ങളുടെ അമ്മ ഞങ്ങളെ പഠിപ്പിക്കും. ചെറുപ്പത്തില് എന്തെങ്കിലുമൊക്കെ വേണമെന്ന് പറയുമ്പോൾ, എന്തെങ്കിലുമൊക്കെ ആവശ്യം പറയുമ്പോൾ പറയും, പ്രാർത്ഥിച്ച കർത്താവ് കൊണ്ട് തരും, പ്രാർത്ഥിച്ചു വാങ്ങിക്ക്, അല്ലാതെ എനിക്ക് നിവൃത്തിയില്ല എന്ന് പറയുന്ന ഒരുപാട് പ്രാവശ്യം ഞങ്ങളോട് പറഞ്ഞിട്ടുള്ള അമ്മയെ ഞങ്ങൾക്ക് ഇന്നും ഓർമ്മയാ. അപ്പൊ യേശുപ്പയോട് പ്രാർത്ഥിച്ചാൽ, യേശുപ്പയോട് കരഞ്ഞാൽ, യേശുപ്പയോട് ചോദിച്ചാൽ യേശുപ്പ തരും എന്നൊരു ഉറപ്പ് അന്നേ ഞങ്ങളുടെ ഹൃദയത്തിനകത്ത് കർത്താവ് കൊണ്ടിട്ടു. അത് ഞങ്ങളുടെ ജീവിതത്തിന് മുന്നോട്ടുള്ള ഓരോ യാത്രയിലും ഒത്തിരി പ്രയോജനകരമായി ഫലിക്കുവാനിടയായി തീർന്നു. കർത്താവിന്റെ മഹത്വമുള്ള വേലയുമായി ബന്ധപ്പെട്ട് ഞങ്ങളായിരുന്നു. അതിനുശേഷം എൻ്റെ പ്രിയപ്പെട്ടവന് ഒരു പ്രത്യേക കാഴ്ചപ്പാട്, ഒരു പ്രത്യേക ദർശനം തന്റെ ജീവിതത്തിൽ പ്രാപിച്ചിട്ട് താൻ ഛത്തീസ്ഗഡിൽ കർത്താവിന്റെ മഹത്വമുള്ള വേലയ്ക്ക് വേണ്ടി കടന്നു പോകുവാൻ ആഗ്രഹിച്ചു. ഛത്തീസ്ഗഡിൽ പോവുകയാന്ന് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ സഹോദരങ്ങളും ഞാനും എല്ലാം പറഞ്ഞു, നാട്ടിൽ ഓൾറെഡി കർത്താവിന്റെ മഹത്വമുള്ള വേല ചെയ്യുന്നുണ്ടായിരുന്നു, അത് തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി, അല്ലെ കുറച്ചും കൂടെ വേല വിശാലമായി ചെയ്താൽ മതി, നോർത്ത് ഇന്ത്യയുടെ മണ്ണിൽ കടന്നു പോകണ്ട എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇല്ല, പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു എനിക്കതിനെ മറികടന്നുകൂടാ എന്നുള്ള തന്റെ വാക്ക് താൻ അപ്രകാരം തന്നെ ചെയ്യുവാനിടയായി തീർന്നു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, പപ്പാ, നിങ്ങൾ ഛത്തീസ്ഗഡിലേക്ക് കടന്നു പോകുമ്പോൾ എന്റെയും മക്കളുടെയും കാര്യം എന്താകുമെന്ന് ചോദിച്ച ഒരു സാഹചര്യമുണ്ട്. അന്നേരം എന്നോട് പറഞ്ഞൊരു മറുപടി ഇങ്ങനെയാ, കുഞ്ഞുങ്ങൾ 2 പേരും എൻ്റെ അടുക്കൽ അന്നേരം നിൽപ്പുണ്ട്. എന്നോട് പറഞ്ഞു, ഞാൻ കർത്താവിന്റെ വേല വിശ്വസ്തയോടെ ചെയ്യുമ്പോൾ, ഞാൻ അപ്പന് വേണ്ടി അധ്വാനിക്കുമ്പോൾ അപ്പൻ നിങ്ങളുടെ കാര്യം
എല്ലാവരെയും നോക്കിക്കൊള്ളും എന്ന് പറഞ്ഞ് താൻ ഛത്തീസ്ഗഡിൽ മഹത്വമുള്ള വേലയ്ക്ക് വേണ്ടി കടന്നുപോയി. പ്രിയരെ, ഒരു കാര്യം അവിടെ നിന്നുകൊണ്ട് ഞാൻ പറയാം. ഒരു പക്ഷെങ്കിൽ ജീവിതത്തിൽ നഷ്ടം സംഭവിക്കുമായിരിക്കാം, ഒരു പക്ഷെങ്കിൽ ജീവിതത്തിൽ നിന്ന സംഭവിക്കുമായിരിക്കാം, വേദന സംഭവിക്കുമായിരിക്കാം, ഒരിക്കലും നികത്താനാവാത്ത കുറവുകൾ സംഭവിക്കുമായിരിക്കാം, നഷ്ടങ്ങൾ സംഭവിക്കുമായിരിക്കാം. പക്ഷേ അത് ലോകമല്ല വലുത്, അപ്പായ വലുത് കേട്ടോ. അപ്പയുടെ നാമത്തിനും അപ്പ പറയുന്ന വാക്കിനും അപ്പ തരുന്ന നിയോഗത്തിന് നാം വില കൊടുക്കാൻ തയ്യാറായാൽ ഈ ഭൂമിയിൽ വെച്ച് ഒരു പക്ഷെങ്കിൽ നമുക്കൊന്നും ലഭിച്ചെന്ന് വരത്തില്ല. പക്ഷെ അക്കരെ നാട്ടിൽ നമ്മെ കാത്തിരിക്കുന്ന മഹത്വമുണ്ടെന്നുള്ള കാര്യം ആരും വിസ്മരിച്ചു പോകരുത്. അദ്ദേഹം കർത്താവിന്റെ മഹത്വമുള്ള വേലയ്ക്ക് വേണ്ടി കടന്നുപോയി. മക്കളുമായി ഞാൻ നാട്ടിലായിരുന്നു. ഞാൻ താൽക്കാലികമായ ഒരു നല്ലൊരു ഹോസ്പിറ്റലിൽ ഞാൻ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. നെഫ്രോളജി ഡിപ്പാർട്ട്മെന്റില്, ഡയാലിസിസ് ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് 2014 സ്വർഗത്തിലെ ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു 21 ദിവസം ഉപവാസം ഇരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് ഒരു രാത്രിയിലെ പ്രാർത്ഥനയിൽ എന്നോട് വന്നിട്ട് പറഞ്ഞു, നിനക്ക് തന്ന ബ്രാക്കറ്റ് പീരീഡ് കഴിഞ്ഞു, എന്റെ പെട്ടകം ചുമക്കാൻ പൂർണ്ണമായി ഇറങ്ങിത്തിരിക്കണമെന്ന്. ഞാൻ ഒരിക്കലും എന്റെ പ്രിയപ്പെട്ടവൻ പലപ്പോഴും എന്നോട് പറയുമായിരുന്നു, ഛത്തീസ്ഗഡിലേക്ക് വാ, മക്കളെ ഹോസ്റ്റലിലാക്കിയിട്ട് വാ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറയുമായിരുന്നു, എന്നോട് യേശു അപ്പച്ചൻ പറയട്ടെ, എന്റെ മാതാവ് തന്റെ മഹത്വമുള്ള വേലയ്ക്ക് വേണ്ടി ഞങ്ങളെ മക്കളെ 3 പേരെ സമർപ്പിച്ചതാണെന്ന് എനിക്കറിയാം. ഒരുപാട് അഭിഷിക്തന്മാരും അഭിഷിക്തമതികളും എന്നോട് ഡയറക്റ്റും തലയിൽ കൈവച്ചും അല്ലാതെയൊക്കെ ദൂത് പറഞ്ഞിട്ടുണ്ട്, അത് എന്റെ പെട്ടകം ചുമക്കാനുള്ള ആളാണെന്ന്. പക്ഷേ എനിക്ക് ഹൃദയത്തിനകത്തൊരു ചിന്തയായിരുന്നു, എന്റെ പ്രാണപ്രിയൻ എന്നോടൊന്ന് പറയട്ടെ. കാരണം മാനുഷികമായ ഒരു വാക്കല്ലായിരുന്നു എനിക്ക് ആവശ്യം, എന്റെ അപ്പയുടെ വാക്കായിരുന്നു എനിക്ക് ആവശ്യം. അങ്ങനെ ഒരു 21 ഡേയ്സ് പ്രാർത്ഥനയ്ക്കിടയിൽ പരിശുദ്ധാത്മാവ് കൃത്യമായി ഇടപെട്ടു. ഇടപെട്ട സമയത്ത് തന്നെ 24 അവേഴ്സ് റെസിഗ്നേഷൻ എഴുതി കൊടുത്തു. പിറ്റേ ദിവസം എന്റെ ഹോസ്പിറ്റലിൽ കൊണ്ട് കൊടുത്തിട്ട് ഞാൻ ആ ഹോസ്പിറ്റലിന്റെ പടി ഇറങ്ങുവാനിടയായി തീർന്നു. പ്രിയരെ, റെസിഗ്നേഷൻ കൊടുത്ത അന്ന് ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. എനിക്ക് തിരിച്ചെന്റെ വീട്ടിൽ പോകാൻ വണ്ടിക്കൂലിക്ക് പൈസയില്ല. വാടകയ്ക്കാ താമസിക്കുന്നത്. ഛത്തീസ്ഗഡിലാണ് പ്രിയപ്പെട്ടവൻ. മക്കളെ രണ്ടുപേരെയും ഹോസ്റ്റലിലാക്കി. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അത് വാടക കൊടുക്കാനോ തിരിച്ച് ഭവനത്തിലേക്ക് എങ്ങനെയാണ് പോകുന്നത് പോലും അറിയാതെ ഞാൻ പകച്ചു നിന്ന ഒരു സമയം എന്റെ ജീവിതത്തിലുണ്ട്. ഞാൻ ഇന്നും ഓർക്കുന്നു. ആ ഹോസ്പിറ്റലിന്റെ വാതിൽ മുതൽ ഞാൻ താമസിക്കുന്ന വീട് വരെയുള്ള ആ NH-47 സൈഡിൽ നിൽക്കുന്ന മുഴുവൻ ഇലകളും മുഴുവൻ റോഡും പറയും എന്റെ കണ്ണിൽ നിന്ന് വീണ കണ്ണുനീർ എത്രത്തോളം ഉണ്ടായിരുന്നുവെന്ന്. കാരണം യേശുപ്പൻ എന്നോട് പെട്ടകം എടുക്കാൻ ഒരു വാക്ക് എന്റെ ഹൃദയത്തിനകത്ത്, എന്റെ ചെവിക്കകത്ത് ഒരു മനുഷ്യൻ വന്ന് പറയുന്നത് പോലെ പറഞ്ഞു. ഞാൻ 24 അവേഴ്സ് റെസിഗ്നേഷൻ എഴുതി കൊടുത്തു. പക്ഷേ അതിനുശേഷം ചോദിച്ച ചോദ്യത്തിനൊന്നും എന്റെ കർത്താവ് മറുപടി എനിക്ക് തന്നില്ല. ഞാൻ ഒത്തിരി ചോദ്യങ്ങൾ ചോദിച്ചു. അപ്പാ, ഛത്തീസ്ഗഡിലെ വേല എന്താകും? മക്കളുടെ വിദ്യാഭ്യാസം എന്താകും? ജോലിയില്ലാതെ വാടക എങ്ങനെ കൊടുക്കും? വാടകയ്ക്കായിരുന്നു ഞാൻ താമസിച്ചു കൊണ്ടിരുന്നത്. ജോലിയില്ലാതെ വാടക എങ്ങനെ കൊടുക്കും? ഉപജീവനം എന്തായിത്തീരും? 1000 ചോദ്യങ്ങൾ സാധാരണ ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ വരുന്നത് പോലെ തന്നെ എന്റെ ഹൃദയത്തിൽ വന്നു. ആ ചോദ്യങ്ങളെല്ലാം ഞാൻ ചോദിച്ചെങ്കിലും എന്റെ അപ്പ എനിക്ക് ഒരു മറുപടി പറഞ്ഞില്ല കേട്ടോ. കനാന്യസ്ത്രീ ഒരിക്കൽ കർത്താവിനോട് സംസാരിക്കാൻ വന്നപ്പോൾ അവിടെ വചനത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, അവൻ അവളോട് ഒരു ഉത്തരവും പറഞ്ഞില്ല എന്ന് പറഞ്ഞതുപോലെ ഞാനും ഒത്തിരി ചോദിച്ചു. ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചു മാനുഷികമായ നിലയിൽ. പക്ഷേ എന്റെ അപ്പ ഒരു ഉത്തരവും തന്നില്ല. പക്ഷെ ഇന്ന് ഞാനത് മനസ്സിലാക്കുന്നു. പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ, നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ, നമ്മുടെ നെടുവീർപ്പുകൾ, നമ്മൾ ഉപവസിക്കുന്ന ഉപവാസങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ നാം അപ്പനോട് അഭയയാചന കഴിക്കുന്ന യാചനകൾ, ഇതെല്ലാം അപ്പ കേട്ടിട്ട് ആരിലൂടെ പോലും എന്നോടൊന്നും സംസാരിക്കുന്നില്ലല്ലോ, എന്നെ വേണ്ടാഞ്ഞിട്ടാണോ, എന്നോട് സ്നേഹമില്ലാഞ്ഞിട്ടാണോ എന്തൊക്കെ ഒരു ചിന്ത മാനുഷികമായ നിലയിൽ നമ്മുടെയൊക്കെ ജീവിതത്തെ ഭരിക്കാറുണ്ട്. പ്രിയരെ, എന്റെ ശബ്ദം കേൾക്കുന്ന പലർക്കും അത്തരത്തിലുള്ള അനുഭവങ്ങളും അത്തരത്തിലുള്ള ചോദ്യങ്ങളും നിങ്ങളുടെ ഹൃദയത്തിനകത്തുനിന്ന് ഉയർന്നു വരാൻ സാധ്യത ഒത്തിരിയുള്ള കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ എന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ നിങ്ങളോട് പറയാം, പലപ്പോഴും നമ്മുടെ അപ്പ മൗനമായിരിക്കുന്നത് എന്താണെന്നറിയാമോ? ഒരു വാക്ക് കൊണ്ട് ഉത്തരം തന്ന് നമ്മെ ഉത്തരം തന്ന തന്റെ പ്രവൃത്തിയെ, അല്ലെങ്കിൽ താൻ ചെയ്യാൻ പോകുന്ന പ്രവൃത്തി എന്താണെന്ന് കാണിക്കാൻ മനസ്സിലാത്തതുകൊണ്ടാ. പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പാ, അപ്പ മൗനമായിരുന്നാൽ അതിന്റെ അർത്ഥം ഞാൻ നിനക്ക് ഉത്തരം തരത്തില്ല എന്നല്ല, ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടില്ല എന്നല്ല, ഞാൻ നിന്നെ സ്നേഹിക്കുന്നില്ല എന്നല്ല, ഞാൻ നിന്റെ കൂടെ ഇല്ല എന്നല്ല, എന്റെ പ്രവൃത്തിയിലൂടെ നിന്റെ ജീവിതത്തിൽ ഞാനത് കാണിക്കാം എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. കാരണം ഞാൻ ചോദിച്ച 1000 ചോദ്യങ്ങൾക്ക് എന്റെ പ്രാണപ്രിയൻ എനിക്ക് മറുപടി തന്നില്ല. ഒറ്റ ഉത്തരവും പിന്നീട് എന്നോട് പറഞ്ഞില്ല. പക്ഷേ
തന്റെ പ്രവൃത്തി കൊണ്ട്, തന്റെ സ്നേഹം കൊണ്ട്, തന്റെ കരുതലുകൾ കൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ അത് മുഴുവനും അനുഭവിക്കുവാനിടയായി ഇപ്പോഴും ഞാൻ അനുഭവിച്ചു കൊണ്ടായിരിക്കുന്നത്. പ്രിയരെ, വളരെ കോൺഫിഡൻസ് ആയിട്ടാണ് ഞാൻ ഇന്ന് പകൽക്കാലം എൻ്റെ പ്രാണപ്രിയനെ ഉയർത്തണത് കേട്ടോ. വളരെ കോൺഫിഡൻസ് ആയിട്ട്. കാരണം വാക്കു പറഞ്ഞാൽ മാറാത്തൊരു ദൈവമാ എൻ്റെ അപ്പ. വാക്തത്വം ചെയ്താൽ ഒരിക്കലും മാറുന്ന കർത്താവല്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് ഒരുപക്ഷെങ്കിൽ മറുപടി കിട്ടിയെന്ന് വരത്തില്ല. നമ്മൾ ചോദിക്കുന്ന സമയത്ത് ഒരുപക്ഷെങ്കിൽ അതിന്റെ എല്ലാ ഉത്തരങ്ങൾ ലഭിച്ചെന്ന് വരത്തില്ല. നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് ആ വിടുതലുകൾ വെളിപ്പെട്ടു വന്നു എന്നും വരില്ല. പക്ഷേ അപ്പ പറഞ്ഞാൽ അത് ചെയ്യാതിരിക്കില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അപ്പ പറഞ്ഞത് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തേണ്ടതിന് എന്ന് പറഞ്ഞാൽ, ആ തക്ക സമയം എന്ന് പറയുന്നത് മനുഷ്യന്റെ ബുദ്ധിയിൽ ഒതുങ്ങുന്നതല്ല. ആ തക്ക സമയം എന്ന് പറയുന്നത് മെഡിക്കൽ സയൻസിന്റെ എത്തിക്സിനകത്ത് ഒതുങ്ങുന്നതല്ല. ആ തക്ക സമയം എന്ന് പറയുന്നത് ഒരു മതപണ്ഡിതന്റെയും ഒരു പൊളിറ്റീഷ്യന്റെയും അകത്തളത്തിൽ വ്യാപരിക്കുന്നതല്ല. ആ തക്ക സമയം എന്ന് പറയുന്നത്, തന്റെ മഹത്വം വെളിപ്പെടുന്ന സമയം എന്ന് പറയുന്നത്, അത് തനിക്ക് മാത്രം അവകാശപ്പെട്ടത്, തനിക്ക് മാത്രം അറിയുന്നതാ. കർത്താവ് പറയുന്നു, എന്റെ പിതാവല്ലാതെ മറ്റാർക്കും അത് അറിയത്തില്ല. പ്രിയരെ, ഇന്ന് പകൽ എന്റെ ശബ്ദം കേൾക്കുമ്പോൾ ഞാൻ നിങ്ങളോട് വളരെ സ്നേഹത്തോടെ പറയാൻ കേട്ടോ. യേശുപ്പ എന്റെ പ്രാർത്ഥന കേട്ടില്ലെന്നോ, എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തന്നില്ലെന്നോ, എന്റെ അപേക്ഷ കേട്ടില്ലെന്നോ ഓർത്തൊന്നും വിഷമിക്കരുത് കേട്ടോ. അതൊക്കെ തന്റെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ തന്റെ പ്രവൃത്തിയിലൂടെ തെളിയിക്കാനാണ് അപ്പ പലപ്പോഴും ഇപ്പോൾ മൗനമായിരിക്കുന്നത് എന്നുള്ള ചിന്ത നമ്മളെ ഭരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിന് സമാധാനം. ഒത്തിരി ചോദിച്ചു, അപ്പ മറുപടി ഒന്നും പറഞ്ഞില്ല. പിന്നീടുള്ള ജീവിതത്തെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ലാത്ത വിധത്തിൽ മൊത്തത്തിൽ സകല കംഫോർട്ട് സോണുകളും പൊളിച്ചുകൊണ്ട് സ്വർഗം ഒരു പണി തുടങ്ങി. ഇന്ന് പകൽ അങ്ങനെ തന്നെ ഞാൻ പറയട്ടെ, എല്ലാ വേദനകളും നമ്മളെ തകർക്കാനാണെന്ന് ചിന്തിക്കരുത്. എല്ലാ ഭാരങ്ങളും നമ്മളെ തച്ചുടച്ച് കളയാനാണെന്ന് ചിന്തിക്കരുത്. കുശവന്റെ കയ്യിൽ ചീത്തയായി പോയ പാത്രം പോലെ നാം പലപ്പോഴും അറിഞ്ഞും അറിയാതെ കുശവന്റെ കയ്യിൽ ചീത്തയായി പോകാറുണ്ട്. പക്ഷേ കുശവൻ ആയിരക്കണക്കിന് പാത്രം ഉണ്ടാക്കി വെച്ചേക്കുന്ന അതേ മണ്ണ് കൊണ്ട്, അതേ ആകൃതിയില്, അതേ ക്വാണ്ടിറ്റിയില്, അതേ ക്വാളിറ്റിയില്, അതേ ഷേപ്പില് നമ്മളെ ഉണ്ടാക്കാനായിരിക്കാം മേ ബി കുശവന്റെ ചിന്ത. പക്ഷെ കയ്യിലിരുന്ന് ചീത്തയായി പോയത് കൊണ്ടുള്ള ഉണ്ടായ ഗുണം എന്താണെന്നറിയോ? ആയിരക്കണക്കിന് പാത്രങ്ങൾ ഉണങ്ങാൻ വെച്ച കൂട്ടത്തിൽ നാം കേറില്ല. കാരണം അത് ആരെങ്കിലും ഓർഡർ കൊടുത്ത ഡിസൈനാ. പക്ഷെ ഇപ്പൊ പണിയുന്ന ഡിസൈൻ ഉണ്ടല്ലോ, തനിക്ക് ബോധിച്ചതുപോലെ. പ്രൈസ് ഗാഡ്. എനിക്ക് ഒത്തിരി സന്തോഷമാണ് അത് പറയുമ്പോ. കാരണം ആയിരക്കണക്കിന് പാത്രങ്ങളിൽ നൂറുകണക്കിന് അതേ കളിമണ്ണ് കൊണ്ട്, അതേ ചക്രത്തിൽ വെച്ച്, അതേ കൈ കൊണ്ട് മെനഞ്ഞ് അവിടെ ഉണങ്ങാൻ വെച്ചിരിക്കുകയാ. പിന്നീട് അത് ചുട്ടെടുത്ത് പുറത്തു കൊണ്ടുവരും. സത്യമാ, അങ്ങനെ മെനയാനാ നമ്മളെയും ആഗ്രഹിച്ചത്. പക്ഷെ എങ്ങനെയോ നമ്മൾ ആ കയ്യിലിരുന്ന് ചീത്തയായിപ്പോയി. തന്റെ ഹിതത്തിന് വിപരീതമായിട്ടോ, തന്റെ ഇഷ്ടത്തിന് വിപരീതമായിട്ടോ, എവിടേക്കോ ന്യൂനതകൾ സംഭവിച്ച് കയ്യിലിരുന്ന് ചീത്തയായിപ്പോയി. ഇരുന്നത് കയ്യിലായത് ഗുണമായി. കാരണം തനിക്ക് ബോധിച്ചതുപോലെ എന്ന് പറഞ്ഞാൽ അതുവരെ വിരിയാത്തൊരു ഡിസൈൻ, അതുവരെ വെളിപ്പെട്ട് വരാത്തൊരു ഒരു ക്വാളിറ്റി, അതുവരെ വെളിപ്പെട്ട് വരാത്ത ഒരു ക്വാണ്ടിറ്റി, അതുവരെ വെളിപ്പെട്ട് വരാത്ത ഒരു മേന്മ തന്റെ ഹൃദയപ്രകാരം തനിക്ക് ബോധിച്ചതുപോലെ ഉണ്ടാക്കിയപ്പോൾ വന്നു എന്ന് നമുക്ക് ഇരമ്യാ പ്രവചനത്തിൽ അങ്ങനെ മെനയപ്പെട്ട ഒരു വ്യക്തിയാ ഞാന്. എനിക്ക് നന്നായിട്ട് അറിയാം, പ്രാണപ്രിയന്റെ കയ്യിലിരുന്ന് ചീത്തയായി പോയി. മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ എടുത്ത് എറിഞ്ഞു കളഞ്ഞേനെ. പക്ഷെ എന്റെ അപ്പ പറഞ്ഞു, അങ്ങനെ എറിഞ്ഞു കളയാനല്ല, ഞാൻ നന്നായി അതിനെ ഒന്ന് പണിതെടുക്കാം. എന്തിനാണെന്നറിയോ? തിമോത്തിയോസിന്റെ ലേഖനത്തിൽ പറയുന്നത് പോലെ, ഉടമസ്ഥന് പ്രയോജനമുള്ള മാനപാത്രമാക്കി തീർക്കണമെങ്കിൽ ചില പണികൾ നമ്മുടെ ജീവിതത്തിൽ നടന്നേ പറ്റത്തുള്ളൂ. ഛത്തീസ്ഗഡിൽ മക്കളെ ആക്കിയെന്ന് ഞാൻ പറഞ്ഞുവല്ലോ നിങ്ങളോട്. ഛത്തീസ്ഗഡിൽ കർത്താവിന്റെ മഹത്വമുള്ള വേല ചെയ്യുന്ന പ്രിയപ്പെട്ടവന്റെ കൂടെ തുടർച്ചയായി 4 വർഷം അവിടെ നിന്നില്ല എങ്കിൽ പോലും പ്രതിസന്ധികൾ വർദ്ധിക്കുമ്പോൾ നാട്ടിലേക്ക് കടന്നു വന്നും, അല്ലാത്ത സമയങ്ങളിൽ അദ്ദേഹത്തോടൊപ്പം അവിടെ നിന്നും ബാക്കി ദിവസങ്ങളിലൊക്കെ ഇവിടെ പല എറണാകുളത്ത് താമസിച്ചുകൊണ്ടിരുന്ന സമയത്ത് പല സ്ഥലങ്ങളിൽ പോയി, വള്ളത്തിൽ കയറി അപ്പുറത്ത് പോയി, തുരുത്തുകളിലൊക്കെ പോയി ട്രാക്ട് കൊടുത്തും പ്രാർത്ഥിച്ചും ഒക്കെ എന്റെ അപ്പയെ ഉയർത്താൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. ചില ദീർഘനാളുകൾ അദ്ദേഹത്തോടൊപ്പമായിരിക്കാൻ സ്വർഗം എന്നെ സഹായിച്ചു. 35-40 കിലോമീറ്റർ സൈക്കിൾ ചവിട്ടി ഗ്രാമങ്ങൾക്കുള്ളിൽ പോയി കർത്താവിനെ ഉയർത്താൻ ദൈവം ഞങ്ങൾക്ക് ഭാഗ്യം തന്നു. ഒത്തിരി പ്രതിസന്ധി വന്നു, ഒത്തിരി പ്രതികൂലം വന്നു, ഒരുപാട് ഉപദ്രവങ്ങളൊക്കെ ഏൽക്കേണ്ടി വന്നു.
എന്റെ അപ്പ സഹിച്ചതിന്റെ 10,000 ലക്ഷത്തിൽ ഒന്നില്ലെന്ന് അറിയാവുന്നത് കൊണ്ട് അതൊന്നും ഞാൻ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ക്രൂശിന്റെ ചുവടായിരുന്നു ഏറ്റവും വലിയ അഭയം പ്രിയരെ. ക്രൂശിന്റെ ചുവട്ടിലായിരുന്നു 100 കുടുംബങ്ങൾക്ക് വേണ്ടി പണി കഴിപ്പിച്ചിട്ടുള്ള 4 5 ടോയ്ലറ്റും 4 5 ബാത്റൂമും കതകില്ലാത്ത വെള്ളമില്ലാത്ത ആ സാഹചര്യത്തിന്റെ നടുവിൽ എങ്ങനെയാണ് അവിടെ നിന്നതെന്നുള്ള കാര്യം ഓർക്കുമ്പോൾ ഇപ്പോഴും എന്റെ ഹൃദയത്തിനകത്ത് ഭയങ്കരം ഒരു പ്രയാസം നേരിടാറുണ്ട്. എന്ന് കരുതി അപ്പായുടെ വേല ചെയ്യാതിരിക്കുന്നില്ല കേട്ടോ. ഒരു മാസത്തിൽ മിനിമം 2 പ്രാവശ്യമെങ്കിലും നോർത്ത് ഇന്ത്യയിൽ പോയി അവരോടൊപ്പം കൂടെ ഇരുന്ന് 10 15 ദിവസം ചെലവഴിച്ച് എന്റെ പ്രാണപ്രിയനെ ഉയർത്തിയിട്ട് കടന്നു വരുവാൻ ദൈവം ഇപ്പോഴും എനിക്കൊരു ഭാഗ്യം ഒരുക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇത് ഞാൻ പറയുന്നത് എന്റെ അപ്പയുടെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടിയാ. നിങ്ങൾ ബലപ്പെടാൻ വേണ്ടിയാ. വാക്ക് പറഞ്ഞ കർത്താവിനെ, ആ സുന്ദര രൂപനെ, ആ കോമളനായ 10,000 പേരിൽ അതിശ്രേഷ്ഠനായ എന്റെ മണവാളനെ കാണാനുള്ള തിടുക്കത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് ഓടി നടക്കുമ്പോൾ, ഓടിയെടുക്കുമ്പോൾ എന്തും എന്റെ പ്രാണപ്രിയന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി ചെയ്യാനുള്ള തയ്യാറെടുപ്പ് ഹൃദയത്തിൽ വരാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് കേട്ടോ. പ്രിയരെ, കർത്താവിന്റെ മഹത്വമുള്ള വേല ഛത്തീസ്ഗഡിൽ ചെയ്തുകൊണ്ട് ഒരു കൺവെൻഷന് പ്രസംഗിക്കാനും മറ്റുമായി ഞാൻ നാട്ടിലേക്ക് വന്നു. ഇവിടുന്ന് കുവൈറ്റിലേക്ക് പോയി തിരിച്ചു വരാൻ ജൂൺ മാസം 2018 ജൂൺ മാസം 27-ാം തീയതി തിരിച്ചു വരാൻ ആഗ്രഹിച്ചു. എന്റെ പ്രിയപ്പെട്ടവനോട് പറഞ്ഞു, അപ്പൊ ഞാൻ വരികയാ. ദിവസങ്ങളായി മാസങ്ങളായി പൂട്ടിയിട്ടിരുന്ന വീടിനകത്തേക്ക് ഒറ്റയ്ക്ക് ചെന്ന് കയറുമ്പോൾ, വാടക വീടാ, അതിനകത്തേക്ക് ചെന്ന് കയറുമ്പോൾ എനിക്ക് ഭയമാ, ബുദ്ധിമുട്ടാ. രാത്രിക്കാ വന്നിറങ്ങുന്നത്. ഒന്ന് വരാമോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇല്ല, ജൂലൈ മാസം 1 2 3 തീയതികളിൽ നടക്കുന്ന ഒരു മീറ്റിംഗ് ഉണ്ട്, ആ മീറ്റിംഗ് കഴിഞ്ഞിട്ടേ എനിക്ക് വരാൻ സാധിക്കുകയുള്ളൂ എന്ന് അദ്ദേഹം എന്നോട് പറയുവാനിടയായി തീർന്നു. എനിക്ക് പക്ഷേ എടുത്ത ഡേറ്റിന് തന്നെ ഞാൻ തിരിച്ച് നാട്ടിൽ വന്നു. യൂബർ വിളിച്ച് ഞാൻ എന്റെ ഭവനത്തിൽ വന്നു. അന്ന് രാത്രിയിലും പിറ്റേ ദിവസം ഒക്കെ അദ്ദേഹത്തോട് വളരെ സന്തോഷത്തോടെ സംസാരിച്ചു. ഞാൻ എന്റെ കുഞ്ഞുങ്ങൾ എന്തായാലും വിദേശത്ത് MBBS പഠിക്കുന്ന 1-ാം വർഷം പഠിക്കുന്ന സമയമാ. ജൂലൈ മാസം 2-ാം തീയതി രാവിലെ 5:30 മണിയായപ്പോൾ പെട്ടെന്ന് എന്നോട് പറഞ്ഞു, എനിക്ക് നിങ്ങളെ ഒന്ന് കാണണം. മക്കളെയും വിളിച്ചുണർത്താൻ പറഞ്ഞു. രണ്ടുപേരും ഉറങ്ങിക്കിടക്കുകയാ. എങ്കിലും വീഡിയോ കോൾ വിളിച്ച് മക്കളെയും കണ്ടു, എന്നെയും കണ്ടിട്ട് എന്നോട് പറഞ്ഞു, ഇന്ന് രാത്രി ഞാൻ നാട്ടിലേക്ക് മടങ്ങി വരും, ഞാൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞില്ല, അങ്ങനെ വരാൻ സാധ്യതയില്ലെന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ഇല്ല, 3-ാം തീയതി മീറ്റിംഗ് ക്യാൻസൽ ചെയ്തു, 2-ാം തീയതി മീറ്റിംഗ് ചെയ്തിട്ട് ഞാൻ രാത്രിക്കുള്ള കോർബ എക്സ്പ്രസിന് വരാൻ ടിക്കറ്റ് എടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് ടിക്കറ്റ് എന്നെ കാണിച്ചത് ഞാൻ ഇന്നലെ എന്ന വണ്ണം ഇന്നും ഓർക്കുന്നു. പക്ഷേ എനിക്കറിയില്ല കർത്താവിന്റെ ഹിതമായിരുന്നോ അല്ല എന്താണ് സംഭവിച്ചതെന്ന് പൂർണ്ണമായി എന്തുകൊണ്ടാണ് എന്ന് ഞാൻ ഇന്ന് വരെ അപ്പയോട് ചോദിച്ചിട്ടില്ലാത്തത് കൊണ്ട് ആ വിഷയത്തിന് എനിക്ക് മറുപടിയില്ല. പക്ഷേ അന്ന് 5:30 മണിക്ക് ഞങ്ങളെ വീഡിയോ കോളിൽ വിളിച്ച് സംസാരിച്ചിട്ട് തന്റെ പ്രവർത്തന സ്ഥലത്തേക്ക്, താൻ മീറ്റിംഗ് നടത്താൻ ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് താൻ ബൈക്കിൽ, ചർച്ചിലുള്ള ഒരു ബ്രദറിന്റെ ബൈക്കിൽ യാത്ര ചെയ്ത് പോകുന്ന വഴിയിൽ 3 പേര് ചേർന്ന് ബലമായി അദ്ദേഹത്തെ പിടിച്ചു നിർത്തി. 2 പേര് ചേർന്ന് ബലമായി അദ്ദേഹത്തെ റോഡിൽ കമഴ്ത്തി കിടത്തി. 3-ാമൻ തലയിൽ കൂടെ വണ്ടി കയറ്റിവിട്ട് അദ്ദേഹത്തെ അതിദാരുണമായി ഛത്തീസ്ഗഡിൽ വെച്ച് കൊന്നുകളഞ്ഞു. പ്രിയരെ, ഞങ്ങൾക്ക് ബോഡി കിട്ടിയപ്പോൾ മുഖമുണ്ടായിരുന്നില്ല, തലയുടെ ഭാഗം ശരീരത്തിൽ ഉണ്ടായിരുന്നില്ല. 2-ാം തീയതി അദ്ദേഹത്തെ അങ്ങനെ തകർത്ത് കളഞ്ഞു. ഞാൻ വളരെ വേദനയോടെ എന്താ അങ്ങനെ പറഞ്ഞെന്ന് അറിയത്തില്ലാതെ പെട്ടെന്ന് അവിടെ നിന്നൊരു സഹോദരിയുടെ കോള് വന്നിട്ട് എന്നോട് പറഞ്ഞു, ഹിന്ദിയിലാ സംസാരിച്ചത്. എന്നോട് പറഞ്ഞു, ഭാവി ബയ്യാക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടായി, ഒന്നും സംഭവിക്കാതിരിക്കാൻ പ്രാർത്ഥിക്കണം എന്നൊരു വാക്ക് മാത്രം എന്നോട് പറഞ്ഞു. എന്റെ സഹോദരൻ അന്ന് താമസിക്കുന്ന കോഴഞ്ചേരിയില, എന്റെ സഹോദരി അന്ന് താമസിക്കുന്ന ഇടുക്കിയില, എലപ്പാറയ്ക്കടുത്തുള്ള സ്ഥലത്താ. ഇവർ രണ്ടുപേരും എന്റെ അടുക്കൽ വരണമെങ്കിൽ എങ്ങനെയെങ്കിലും 3 മണിക്കൂറിലധികം സമയം എടുക്കും. പക്ഷേ എന്റെ മക്കൾ 2 പേരും അർമേനിയയില്. അങ്ങനെ ആരുമില്ലാതെ ഒറ്റയ്ക്കിരുന്ന സമയത്ത് പെട്ടെന്ന് ഈ ആക്സിഡന്റിനെ കുറിച്ച് കേട്ടപ്പോൾ എന്റെ ഹൃദയത്തിനകത്ത് ഒരുപാട് ഭാരം തോന്നി. അതിനുശേഷം ഞാൻ പലവട്ടം പപ്പയുടെ ഫോണിലും അല്ലാതെ വിശ്വാസികൾക്ക് അറിയാവുന്ന നമ്പറിലൊക്കെ ഞാൻ വിളിച്ചു നോക്കിയിട്ട് ആരും ഫോൺ എടുക്കുന്നില്ല. ഞാൻ പെട്ടെന്ന് എന്റെ സഹോദരന്റെ ഭാര്യയോട് വിളിച്ചു പറഞ്ഞു, ലിജുമോനോട് വിളിച്ചു പറഞ്ഞു, കുഞ്ഞെ, ഇങ്ങനെ ഒരു ആക്സിഡന്റ് ഉണ്ടായെന്ന് പറയുന്നു, എന്താണെന്ന് എനിക്കറിയത്തില്ലെന്ന് പറഞ്ഞു. അവൾ പെട്ടെന്ന് എന്റെ സഹോദരനെ വിളിച്ചു പറഞ്ഞു, അദ്ദേഹം വിദേശത്ത് കർത്താവിന്റെ മഹത്വമുള്ള വേലയോടുള്ള ബന്ധത്തിലായിരുന്നു. പെട്ടെന്ന് അവൻ അറിയാവുന്ന നമ്പറിൽ കുഞ്ഞ് വിളിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഇനി ഞങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയിൽ അദ്ദേഹം ഞങ്ങളുടെ കൂടെ ഇല്ല എന്ന് അവനോട് പറയുവാനിടയായി തീർന്നു. അവൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, വിഷമിക്കരുത്, കരയരുത്, ധൈര്യമായിട്ടിരിക്കണം, യേശുപ്പ കൂടെയുണ്ട്, ഞങ്ങൾ എല്ലാവരും കൂടെയുണ്ട്, ഇനി മുന്നോട്ടുള്ള യാത്രയിൽ അളിയൻ നമ്മുടെ കൂടെയില്ല എന്നുള്ള സത്യം ചേച്ചി മനസ്സിലാക്കണമെന്ന് എന്നോട് വിളിച്ചു പറഞ്ഞു. എന്താണ് മറുപടി പറയേണ്ടതെന്ന് അറിയാതെ എത്ര സമയം ഞാൻ അങ്ങനെ ഇരുന്നു എന്ന് എനിക്കറിയത്തില്ല. ആരെ വിളിക്കണം, ആരോട് പറയണം, ഇതൊന്നും അറിയാതെ
വേദനപ്പെട്ടു പോയൊരു സമയം. 43-ാമത്തെ വയസ്സിൽ ഈ ഭൂമി വിട്ട് താൻ ഏൽപ്പിച്ച കർത്താവപ്പച്ചനെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം പൂർണ്ണമായി നിർവഹിച്ചോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ കർത്താവിന് വേണ്ടി എപ്പോഴും എന്നോട് ഛത്തീസ്ഗഡിൽ നിന്ന് പോരാൻ പറയുമ്പോഴെല്ലാം പറയുമായിരുന്നു, ഞാൻ ഒന്നെങ്കിൽ ഛത്തീസ്ഗഡിലെ കുറച്ചു പേരെയെങ്കിലും കർത്താവിന് വേണ്ടി നേടും, ഇല്ലെങ്കിൽ ഞാൻ ഈ ഛത്തീസ്ഗഡിൽ കിടന്ന് തന്നെ മരിക്കട്ടെ എന്ന വാക്ക് താൻ എന്നോട് കൂടെ കൂടെ ആവർത്തിക്കുമായിരുന്നു. ഒരു പക്ഷെങ്കിൽ താൻ പറഞ്ഞ വാക്കുപോലെ തന്നെ ഛത്തീസ്ഗഡ് അത്യാവശ്യമെങ്കിലും കുറച്ചു പേരോടെങ്കിലും കുറച്ച് ആൾക്കാരെയെങ്കിലും നിത്യതയിലേക്ക് കൈപിടിച്ച് നടത്തി ഞാൻ തന്റെ ശുശ്രൂഷ തികച്ചു എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുകയാണ്. താൻ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. പ്രിയരെ, തുടർന്നുള്ള ദിവസങ്ങൾ, കഴിഞ്ഞ 7.5 വർഷം എന്റെ ജീവിതത്തിൽ മറക്കാനാവാത്ത വർഷങ്ങളാ. 18 വയസ്സ് പ്രായമുള്ള 2 പെൺമക്കൾ വിദേശത്ത് പഠിക്കുക. ഭയങ്കര സ്നേഹമാ തന്റെ പിതാവിനോട് 2 പേർക്കും ഭയങ്കര സ്നേഹമാ. വിളിക്കാത്തൊരു ദിവസം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ വിവരം ഞാൻ അവരെ എങ്ങനെ അറിയിക്കുമെന്നുള്ള വേദന എന്റെ ഹൃദയത്തെ ഒത്തിരി ഭരിച്ചു. എന്റെ സഹോദരൻ ഇവിടെ ഇല്ലായിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. അദ്ദേഹം വന്നില്ല. അദ്ദേഹത്തിന്റെ വൈഫും മക്കളും അമ്മയും എല്ലാം ഓടി എന്റെ അടുക്കൽ വന്നു. ഏതാണ്ട് 2.5 മണിക്കൂർ എടുത്തു അവരെന്റെ അടുക്കൽ വരാൻ. എന്റെ സഹോദരിയും കുടുംബം ഓടി എന്റെ അടുക്കൽ വന്നു. അവരും വരാൻ അത്രയും സമയം എടുത്തു. പക്ഷേ ആ 2.5 മണിക്കൂറിന്റെ ജീവിതത്തിൽ എങ്ങനെയാണ് ഞാൻ ഓവർകം ചെയ്തതെന്ന് എനിക്ക് അറിയാൻ പറ്റിയില്ല. ഇന്നും എനിക്കത് ഓർക്കുമ്പോൾ അത്ഭുതമാ. എവിടെയോ തുരുത്തുകളിലോ ഇരുട്ടടഞ്ഞ വഴികളിലോ ഏതോ വനത്തിനകത്തോ ഒറ്റപ്പെട്ടു പോയ ഒരു കുഞ്ഞിനെ പോലെ പ്രാണപ്രിയനോട് എന്ത് പറയണമെന്നറിയാതെ, എന്ത് ചോദിക്കണമെന്നറിയാതെ, മക്കളോട് എങ്ങനെ ഇത് പറയുമെന്നറിയാതെ നെടുവീർപ്പിട്ട ഏതാണ്ട് 3.5 മണിക്കൂർ. അത് കഴിഞ്ഞപ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെല്ലാവരും വന്നു. വേണ്ട കാര്യങ്ങളൊക്കെ ക്രമീകരിക്കുവാനിടയായി തീർന്നു. അദ്ദേഹത്തിന്റെ ശരീരം, ഭൗതിക ശരീരം കൊണ്ടുവരാൻ എന്റെ സഭയിൽ നിന്നും എന്റെ സഹോദരന്റെ എന്റെ ഭർത്താവിന്റെ ഭവനത്തിൽ നിന്നും ഒക്കെ പ്രിയപ്പെട്ടവർ ഛത്തീസ്ഗഡിലേക്ക് കടന്നുപോയി. അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു, ബോഡി തന്നുവിടാൻ പറ്റുന്ന പരുവത്തിലെല്ലാം ആ ശരീരത്തിൽ തലയില്ല. പക്ഷെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ മകനെ ആ ദേശത്ത് കൊണ്ടുവരണം എന്നുള്ളത് അവരുടെ ഏറ്റവും വലിയ ആഗ്രഹമായത് കൊണ്ട് ഒരുപാട് പൈസ അതിന്റെ പിന്നിൽ ചെലവഴിക്കേണ്ടി വന്നുവെങ്കിലും 4-ാം തീയതി ആയപ്പോൾ ഞങ്ങൾക്ക് ബോഡി കിട്ടുവാനിടയായി തീർന്നു. 5-ാം തീയതി തന്റെ ഭവനത്തിൽ കൊണ്ടുപോയി എല്ലാ 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 വിധത്തിലുള്ള ശുശ്രൂഷയോടുകൂടി അദ്ദേഹം ഈ ഭൂമിയിൽ നിന്ന് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം അടക്കുവാനിടയായി തീർന്നു. അതിനുശേഷമാണ് ശരിക്കും ഞങ്ങളുടെ ജീവിതത്തിന്റെ ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. കാരണം അതുവരെ ജോലി വിട്ട് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയപ്പോൾ ഞാൻ അപ്പായോട് പറഞ്ഞ 3 കമ്മിറ്റ്മെന്റ് ഉണ്ട്. ഇബ്താഗ് ഒരിക്കൽ പറഞ്ഞു, ഞാൻ യുദ്ധം ജയിച്ച് എന്റെ ഭവനത്തിലേക്ക് വരുമ്പോൾ ആദ്യം എന്നെ എതിരേൽക്കുന്നത് ആരാണോ അതിനെ ഞാൻ അങ്ങേക്ക് അർപ്പിക്കാമെന്ന് പറഞ്ഞു. പക്ഷെ എതിരേറ്റ് വന്നത് തന്റെ ഒരേ ഒരു മകൾ അക്സയായിരുന്നു. ഇബ്താഗ് പറയുന്ന ഒരു വാക്ക് ഇങ്ങനെയുണ്ട്, അയ്യോ മോളെ ചതിച്ചോ, ഞാൻ കർത്താവിനോട് പറഞ്ഞു പോയി, ഇനി എനിക്ക് മാറിക്കൂടാ എന്ന് താൻ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് തിരുവനന്തപുരത്തിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞതുപോലെ ജോലി വിട്ട് കർത്താവിന്റെ മഹത്വമുള്ള വേലയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കാൻ യേശുപ്പ എന്നോട് ഡയറക്റ്റ് തന്റെ ശബ്ദം എന്റെ ചെവിയിൽ കേട്ടപ്പോൾ ഞാൻ എടുത്ത ഒരു തീരുമാനമുണ്ടായിരുന്നു. 5 രൂപയ്ക്കോ ഒരു ഗ്ലാസ് വെള്ളത്തിനോ ഒരു അന്തി ഉറങ്ങാനോ സ്വന്തം സഹോദരങ്ങളെ നല്ല ഭൂമിയിൽ ആരെയും ആശ്രയിക്കത്തില്ല. ഞാൻ ഈ ഭൂമിയിൽ ഒരു ഭൗതിക ജോലിയല്ല ഇനി ചെയ്യുന്നത്, ഞാൻ അങ്ങയുടെ ജോലിയാ ചെയ്യുന്നത്. എനിക്കും എന്റെ കുടുംബത്തിനും ആവശ്യമുള്ളത് അങ്ങ് നൽകിത്തരണമെന്ന സ്വർഗത്തിലെ ദൈവമായി ചെയ്ത കമ്മിറ്റ്മെന്റ് ഹൃദയത്തിനകത്ത് കിടന്നതുകൊണ്ട് ആരോടും ഒരു സഹായം ചോദിക്കാൻ മനസ്സ് വന്നില്ല. ഉള്ളുരുകി കരഞ്ഞു. ആ ഭർതൃഗ്രഹത്തിൽ നിന്ന് പുറത്ത് ഞാനും എന്റെ മക്കളും വരേണ്ട ഒരു സാഹചര്യം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായി. അന്ന് രാത്രി ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. അർദ്ധരാത്രി സമയത്ത് ഈ പപ്പ സ്വന്തം പിതാവിന്റെ ശരീരം ആംബുലൻസിനകത്ത് സീൽ ചെയ്ത് പെട്ടിക്കകത്ത് കൊണ്ടിറക്കുന്നത് കണ്ട് ബോധരഹിതരായി നിലംപതിച്ച 2 പെൺമക്കൾ ആരോ എടുത്തവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവർക്ക് സെഡേഷൻ ഇഞ്ചക്ഷൻ കൊടുത്തു. ആ ഇഞ്ചക്ഷന്റെ എഫക്ട് അവരുടെ ശരീരത്തിൽ നിന്ന് പോകുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് അവിടെ നിന്ന് പോരേണ്ടി വന്നു. അന്ന് രാത്രി, അതിന്റെ തലേരാത്രിയിൽ ഈ 2 മക്കളുടെ തലയെടുത്ത് മടിയിൽ വെച്ചുകൊണ്ട് ഞാൻ എൻ്റെ അപ്പയോട് സംസാരിച്ചു. ജീവിതത്തിൽ ആദ്യമായി എൻ്റെ അപ്പയോട് ഞാൻ സംസാരിച്ചു. 1000 വട്ടം സംസാരിച്ചിട്ടുണ്ടെങ്കിലും വ്യക്തമായ ഒരു മറുപടി എനിക്ക് തന്നിട്ടില്ല. പക്ഷെ അന്ന് ഞാൻ എൻ്റെ അപ്പയോട് പറഞ്ഞപ്പാ, തിരുവചനത്തിൽ എഴുതിയിരിക്കുന്ന തിരുവചനം മുഴുവനും മനുഷ്യന്റെ മനസ്സിനെ തണുപ്പിക്കുന്നതും ആശ്വാസം തരുന്നതും മുന്നോട്ട് ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നതുമാ. ആത്മനിറവിൽ അഭിഷിക്തന്മാർ പറയുന്ന ഓരോ വാക്കുകളും ഞങ്ങളുടെ ഹൃദയത്തെ തണുപ്പിക്കുന്നതും അങ്ങയെ മാത്രം നോക്കി ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കുന്നതാ.
പക്ഷെ ഇന്ന് രാത്രി എനിക്കത് രണ്ടുമല്ല വേണ്ടത്. എനിക്ക് അങ്ങയുടെ ശബ്ദം എന്റെ ചെവിയിൽ വേണം. പറയാൻ കാരണം, ജോലി വിട്ട് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചു. അടിച്ചുറപ്പില്ലാത്തൊരു വാടക വീട്ടിലാ താമസിക്കുന്നത്. ഭർത്താവ് മരിച്ചു. 2015 പിതാവ് ഈ ഭൂമി വിട്ടുപോയി. ഈ 2 പെൺമക്കളെയും കൊണ്ട് അവരുടെ വിദ്യാഭ്യാസം, മുന്നോട്ടുള്ള ജീവിതം എങ്ങനായി തീരുമെന്നൊരാശങ്ക എന്റെ ഹൃദയത്തെ ഭരിച്ചു. എനിക്കറിയാം, എല്ലാ സ്നേഹവും അറ്റുപോകും പ്രിയരെ, എല്ലാ സ്നേഹവും അറ്റുപോകും. അപ്പന്റെ സ്നേഹം മാത്രം ഒരിക്കലും അറ്റുപോകത്തില്ല. സഹോദരങ്ങളുടെ സ്നേഹം യോസേഫിന്റെ ജീവിതത്തിൽ അന്യപ്പെട്ടു പോയി. പോത്തിഫറിന്റെ ഭവനത്തിൽ ചെന്നപ്പോൾ സകലത്തിനും അവനെ മേൽവിചാരകനാക്കി. കാരണം അവന്റെ കൂടെ യഹോവ ഉണ്ടായിരുന്നത് കൊണ്ട് പോത്തിഫറിനുള്ളതിനെ ദൈവം അനുഗ്രഹിച്ചു. അതുകൊണ്ട് ആ അനുഗ്രഹം നിമിത്തം യോസെഫിനോടുള്ള സ്നേഹം, എന്നാൽ അത് മറ്റുപോയി. പാനപാത്രവാഹകനും അപ്പക്കാരുടെ പ്രമാണിയോടും പറഞ്ഞ ദൂത് നിമിത്തം അവരുടെ സ്നേഹവും അറ്റുപോയി. എല്ലാവരുടെയും സ്നേഹം പാതി വഴിയിൽ അറ്റുപോയി. പക്ഷേ രക്തത്തിൽ കുതിർന്ന അങ്കി കെട്ടിപ്പിടിച്ചുകൊണ്ട് ഒരു പിതാവിന്റെ സ്നേഹം നെഞ്ചു പൊട്ടുന്നത് അവനെ കാത്തിരുന്നു. ആ സ്നേഹത്തിന്റെ ആഴം മനസ്സിലാക്കണമെങ്കിൽ യോസെഫ് വന്നു എന്ന് പറഞ്ഞപ്പോൾ ആ പിതാവിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന വാക്കുകൾ ചൈതന്യം വന്നു എന്ന ആ വാക്ക് എന്തുകൊണ്ടാ വന്നതെന്നറിയാമോ? എല്ലാ സ്നേഹവും മറ്റുപോയാലും സഹോദരങ്ങളുടെയും പ്രിയപ്പെട്ടവരുടെയും പോത്തിഫറിന്റെയും കുടുംബത്തിന്റെയും തന്നെ ചുറ്റിപ്പറ്റി നിന്ന സകലരുടെയും സ്നേഹം അറ്റുപോയാലും അറ്റുപോകാത്തൊരു സ്നേഹമാ പിതാവിന്റെ സ്നേഹം. അതാരെന്നറിയാവോ? ആ പിതാവ് യോസെഫിന്റെ ജീവിതത്തിൽ തന്റെ പിതാവായിരുന്നുവെങ്കിൽ എന്റെ ജീവിതത്തിൽ എന്റെ അരുമനാഥനായിരുന്നു. നിങ്ങളുടെ ജീവിതത്തിലും അത് തന്നെ ആയിരിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമാ. നമ്മള് ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ 2 പുത്രന്മാരെ കുറിച്ച് പറയുന്നുണ്ടല്ലേ. അതിലെ ഇളയ പുത്രൻ തനിക്ക് അവകാശമായി കിട്ടുവാനിരിക്കുന്ന മുഴുവനും വാങ്ങിച്ചുകൊണ്ട് പോയി മൊത്തം സ്വത്ത് നശിപ്പിച്ച പന്നി കഴിക്കുന്ന വാളവരെ പോലും കഴിക്കാൻ ആഗ്രഹിച്ച് ജീവിച്ച് എന്നിട്ട് അപ്പന്റെ അടുക്കിലേക്ക് മടങ്ങി വരുന്ന ആ സിറ്റുവേഷൻ നിങ്ങൾ ഭാവനയിൽ ഒന്ന് കണ്ടു നോക്കണം. നോക്കി, മുഷിഞ്ഞ വസ്ത്രമാ ധരിച്ചിരിക്കുന്നത്, പന്നികളെ മേയ്ക്കുന്ന ജോലിയാ, നാളുകളായി പട്ടിണി കിടന്ന ശാരീരിക ശരീരമാ, അവന്റെ കവളെല്ലാം മുട്ടി വിരൂപനായി, കുളിക്കാനോ അല്ലെ അത്തരത്തിലുള്ള യാതൊരു സൗകര്യങ്ങളും ഇല്ലാത്തൊരു സാഹചര്യത്തിന്റെ നടുവിൽ ജീവിച്ച് സുബോധം വന്ന് ഭവനത്തിലേക്ക് വരുമ്പോൾ അപ്പൻ ചെയ്യുന്ന ഒരു കാര്യം, അവൻ പറയുന്നുണ്ട്, അപ്പ ഞാൻ സ്വർഗത്തോടും അങ്ങയോടും പാപം ചെയ്തു, ഇനി അങ്ങയുടെ മകൻ എന്ന പേര് നിയോഗിക്കാനല്ല. 3-ാമത്തെ സെന്റൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടം. നിന്റെ കൂലിക്കാരൻ ഒരുവനായി എന്നെ കണക്കാക്കണം എന്ന് ഞാൻ അപ്പനോട് പറയുമെന്ന് അവൻ ഹൃദയത്തിൽ തീരുമാനിച്ച വരുന്നേ. പക്ഷേ ഇവന്റെ മടങ്ങി വരവ് കാത്ത്, എന്റെ ഭാഷയിൽ പറയാം, ഇരുകരങ്ങളും വിരിച്ചു പിടിച്ച് എന്റെ കുഞ്ഞ് എപ്പോഴാണോ മടങ്ങി വരുന്നതെന്ന് കാത്തിരുന്ന ഒരപ്പൻ ദൂരത്ത് നിന്ന് അവനെ കണ്ടപ്പോൾ ആ വിരിക്കപ്പെട്ട കൈയോടുകൂടി, ആ വിരിഞ്ഞ മാറോടുകൂടി ഓടിച്ചെന്ന് മകനെ കെട്ടിപ്പിടിച്ച്, അവന്റെ അവസ്ഥയല്ലായിരുന്നു അപ്പ നോക്കിയത്, അവന്റെ ഏകാന്തതയായിരുന്നു അപ്പ നോക്കിയത്. അവന്റെ അവസ്ഥയല്ലായിരുന്നു അപ്പയ്ക്ക് പ്രശ്നം, അവന്റെ ഫിസിക്കൽ കണ്ടീഷൻ അല്ലായിരുന്നു അപ്പയ്ക്ക് പ്രശ്നം. നഷ്ടപ്പെട്ടതിനെ തിരിച്ചു കിട്ടിയ സന്തോഷമായിരുന്നു. നോക്കി, എനിക്ക് ഭയങ്കര സന്തോഷം എന്താണെന്നറിയാമോ? അവിടെ അവൻ പറയുന്ന 3 സെന്റൻസ് പറയാൻ അവൻ പോയത്, പക്ഷെ 2 സെന്റൻസ് പറഞ്ഞപ്പോൾ തന്നെ അപ്പൻ അവനെ ഭവനത്തിനകത്തേക്ക് കയറ്റി കഴിഞ്ഞു. 3-ാമത്തെ സെന്റൻസ് പറയാൻ ഒരവസരം. എന്താ 3-ാമത്തെ സെന്റൻസ്? അങ്ങയുടെ കൂലിക്കാരിൽ ഒരുവനായി എന്നെ കണക്കാക്കണമെന്ന് പറയാൻ ഒരവസരം ആ പിതാവ് കൊടുത്തില്ല. എനിക്കറിയാം, ജീവിതത്തിന്റെ ഏത് സാഹചര്യത്തിലും എത്ര കാഠിന്യമേറിയ അവസരത്തിന്റെ നടുവിലും എല്ലാവരാലും ഉപേക്ഷിച്ചു പോയാലും ഉപേക്ഷിക്കപ്പെട്ടാലും നമ്മളെ മാറോടടക്കി പിടിക്കാൻ കരങ്ങൾ രണ്ടും വിരിച്ചു പിടിക്കുന്ന ഒരു പിതാവ് നമുക്കുണ്ടെന്നുള്ള കാര്യം ഇന്ന് പകൽ വിസ്മരിച്ചു പോകരുത്. ആ പിതാവ് മറ്റാരുമല്ല, ലോകത്തിലെ ഒരു വ്യക്തിയല്ല, ലോകത്തിലെ ആർക്കും അതിന് കഴിയത്തില്ല. അത് ഞാൻ പ്രസംഗിക്കുന്ന ഇന്ന് പകൽ ഈ മാധ്യമത്തിലൂടെ ഞാൻ ഉയർത്തുന്ന എൻ്റെ അപ്പ, എൻ്റെ യേശു അപ്പ മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം എൻ്റെ പ്രിയരൊന്ന് കേൾക്കണം കേട്ടോ. ആ പ്രതിസന്ധിയുടെ നടുവിൽ കുഞ്ഞുങ്ങളുടെ 2 പേരുടെയും തലയെടുത്ത് മടിയിൽ വെച്ച് ഞാൻ ആ രാത്രി ഒരുപാട് കരഞ്ഞു. എത്ര മണിക്കൂറുകൾ കരഞ്ഞു എന്ന് എനിക്കറിയത്തില്ല. കാരണം മുന്നോട്ട് ചലിക്കാൻ, മുന്നോട്ടൊന്ന് മൂവ് ചെയ്യാൻ എൻ്റെ മുമ്പിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. കലപ്പയ്ക്ക് കൈവച്ചിട്ട് തിരിഞ്ഞു നോക്കുന്നവൻ ദൈവരാജ്യത്തിന് കൊള്ളാകുന്നവനല്ല എന്നുള്ള വചനം ഹൃദയത്തിനകത്തിരിക്കുകയും അതോടൊപ്പം ആരെയും ആശ്രയിക്കത്തില്ല,
ക്രൂശിനെ മാത്രമേ ആശ്രയിക്കൂ എന്നൊരു തീരുമാനവും എന്റെ ഹൃദയത്തിനകത്ത് ഇരിക്കുകയും ചെയ്തപ്പോൾ പെട്ടെന്നുള്ള ആ വേർപാടും അവിടെ നിന്ന് ഇറങ്ങി വരേണ്ട സാഹചര്യവും ഒക്കെ എന്റെ ഹൃദയത്തെ ഒത്തിരി തകർത്തു പ്രിയരെ. രാത്രി മുഴുവനും ഇരുന്ന് കരഞ്ഞു. എപ്പോഴോ രണ്ട് സെന്റൻസ് എന്റെ ചെവിക്കകത്ത് ഒരു മനുഷ്യൻ വന്നിരുന്ന് പറയുന്നത് പോലെ പറഞ്ഞു. ആ സെന്റൻസ് അബ്രഹാമിനോട് പറഞ്ഞതാ ഒരെണ്ണം, ഞാൻ നിന്റെ പരിചയം മകത്തായ പ്രതിഫലവും. രണ്ടാമത്തെ സെന്റൻസ് അപ്പൻ എന്നോട് പറഞ്ഞു, ഇന്ന് ഞാൻ നിന്റെ വലങ്കരത്തിൽ പിടിക്കുകയാ. ഈ മാധ്യമത്തിന് മുമ്പിൽ ഇരുന്നു കൊണ്ട് എന്റെ പ്രാണപ്രിയനെ ഉയർത്തുന്ന സമയത്തും ഞാൻ ഫീൽ ചെയ്യുന്നുണ്ട്, അവൻ എന്റെ വലതുകരത്തിൽ പിടിച്ചിട്ടുണ്ട്. അവൻ എന്നെ ബലത്തോടെ നടത്തുന്നുണ്ട്. ഒരിടത്തും പരാജയപ്പെടാൻ ഇടവരാതെ, ആരുടെയും മുമ്പിൽ കരം നീട്ടാൻ അനുവദിക്കാതെ, ഒരന്തി ഉറങ്ങാൻ പോലും ആരുടെയും സഹായം ചോദിക്കാൻ ഇടവരാതെ കഴിഞ്ഞ 7.5 വർഷം എന്റെ വലങ്കരത്തിൽ പിടിച്ചവൻ നിങ്ങളുടെ വലങ്കരത്തിലും പിടിക്കുമെന്ന് കരുത്തോടെ പറയാൻ ഇന്ന് പകൽ എന്നെ സഹായിക്കുന്നെങ്കിൽ ആ അപ്പന്റെ അടുക്കിലേക്ക് നമുക്ക് നടത്തിയെല്ലാം കേട്ടോ. ജീവിതം മുഴുവൻ പ്രതിസന്ധിയിലേക്കായി. വാടക കൊടുക്കാൻ നിവൃത്തിയില്ല, മക്കളുടെ വിദ്യാഭ്യാസം എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല, അവർക്ക് ഭക്ഷണത്തിന് നിർവാഹമില്ല. ഒരുപാട് പ്രതിസന്ധികൾ, ഒരുപാട് പ്രതിസന്ധികൾ എന്റെ ജീവിതത്തിൽ കടന്നു വന്നു. കുളത്തിന്റെ സൈഡിലും വേലി സൈഡിലും ഒക്കെ നിൽക്കുന്ന ഇലകളൊക്കെ പറിച്ച് എന്റെ മക്കൾക്ക് വഴറ്റി കൊടുത്ത് വയറു നിറയ്ക്കാൻ കൊതിപ്പിച്ച കാലഘട്ടം എന്റെ ജീവിതത്തിലുണ്ട്. ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് പ്രിയരെ. പക്ഷേ അപ്പോഴും ഒറ്റ കാര്യം മാത്രമേ ഹൃദയത്തിന്റെ ആഴത്തിൽ ചോദിച്ചുള്ളൂ. എനിക്ക് സാഹചര്യത്തിന് മാറ്റം വരണമെന്നല്ല, എന്റെ സിറ്റുവേഷന് മാറ്റം വരണമെന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പൻ എന്നെ വലിയ ധനാഢ്യയാക്കണമെന്ന് ഞാൻ അഭിപ്രായപ്പെട്ടില്ല. അന്ന് മുതൽ ഇന്ന് വരെ ചോദിക്കുന്ന ഒറ്റ ചോദ്യം, കൃപ വേണം അപ്പ. ഏത് പ്രതിസന്ധിയെയും എത്ര കഷ്ടത്തെയും അതിജീവിക്കാൻ കൃപ വേണം. കഷ്ടത വന്നോട്ടെ, രോഗം വന്നോട്ടെ, പ്രതിസന്ധി വന്നോട്ടെ, വേദന വന്നോട്ടെ, എന്തു വന്നാലും അത് സഹിക്കാനുള്ള കൃപ അങ്ങ് തന്നാൽ ഞാൻ അതിന് വില്ലിങ് ആണെന്ന് പറഞ്ഞുള്ള പ്രാർത്ഥനയാ അന്ന് മുതൽ ഇന്ന് വരെ എന്റെ ജീവിതത്തിലുള്ളത്. പ്രിയരെ, പ്രതിസന്ധികളെല്ലാം മുമ്പിലുള്ളപ്പോഴും ക്രൂശിനെ കെട്ടിപ്പിടിക്കാൻ സ്വർഗം ഭാഗ്യം തന്നു. 2-3 ആക്സിഡന്റും തോക്കിന്റെ പാത്തിക്ക് കിട്ടിയ അടിയുമൊക്കെ നട്ടലിന്റെ അസ്ഥികളെ തകർത്ത് വലത് സൈഡ് ഫുള്ള് പാരലിസായി. എന്റെ ഈ 2 കൈ കൊണ്ടാ എന്റെ വലത് കാല് ഞാൻ എടുത്തു വെച്ച് നടന്നുകൊണ്ടിരുന്നത്. അത് കോവിഡിന്റെ സമയത്ത് എന്റെ അപ്പൻ ഇറങ്ങി വന്ന് എന്നെ സൗഖ്യമാക്കി. എനിക്ക് ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കണമെങ്കിൽ വളരെ പ്രയാസത്തിലൂടെ ഞാൻ കടന്നുപോയി. പക്ഷെ എന്റെ പ്രാണപ്രിയൻ ആ കോവിഡിന്റെ സമയത്ത് അതിഭയങ്കരമായി സഹായിപ്പാൻ ആർക്കും വരാൻ കഴിയത്തില്ല, ആരും ആശ്വസിപ്പാൻ വരാൻ കഴിയത്തില്ല. ഹോസ്പിറ്റലുകളിൽ ബെഡുകളില്ല. വളരെ ക്രിട്ടിക്കലായി ക്രൂഷ്യലായിട്ട് കിടന്ന സമയത്ത് എന്റെ പ്രാണപ്രിയൻ എന്റെ അസ്ഥികളെ തൊട്ട് സൗഖ്യമാക്കി. ഇന്ന് എത്ര കിലോമീറ്റർ ആണ്, എത്രമാത്രം യാത്ര ചെയ്താണ് ഞാൻ എന്റെ അപ്പായെ ഉയർത്തുന്നത് എന്നെനിക്ക് പറയാൻ പറ്റത്തില്ലാത്ത വിധത്തിൽ, എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ലാത്ത വിധത്തിൽ എന്റെ അസ്ഥികളെ ദൈവം സൗഖ്യമാക്കി. ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ, ഈ വാക്കുകൾ കേൾക്കുമ്പോൾ, പലവിധ കാരണത്തെ ചൊല്ലിയും പല വേദനയിലൂടെയും പല പ്രയാസത്തിലൂടെയും മെഡിക്കൽ അൺഫിറ്റ് എന്ന് പറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിലൂടെ പോകുന്ന വ്യക്തികളാണെങ്കിൽ ഇന്ന് പകൽ ഞാൻ ആശ്വാസത്തിന്റെ വാക്ക് പറയുകയല്ല, പ്രത്യാശയുടെ വാക്ക് പറയാം. പ്രിയരെ, അപ്പ അടുത്തു വരും, അവൻ സൗഖ്യമാക്കുന്ന ദൈവമാ. അപ്പ അടുത്തു വരും, അവൻ സൗഖ്യമാക്കുന്ന ദൈവമാ. എന്റെ അപ്പയെ കൊണ്ട് കഴിയാത്തതായി ഉലകത്തിൽ ഒന്നുമില്ല എന്ന് ജീവിതത്തിന്റെ അനുഭവത്തിൽ നിന്ന് പഠിച്ച, പ്രാപിച്ച, അനുഭവിച്ച വ്യക്തി എന്ന നിലയിൽ എനിക്ക് നിങ്ങളോട് പറയാൻ പ്രാഗൽഭ്യമുണ്ട്. ആ സാഹചര്യങ്ങളെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നുപോയി. മക്കളുടെ 2 പേരുടെയും വിദ്യാഭ്യാസം പൂർത്തിയാക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. എങ്ങനെയാ പഠിപ്പിച്ചതെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ അറിയില്ല. ആരാ തന്നതെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ അറിയില്ല. ഞാൻ ആരുടെയും മുമ്പിൽ കൈ നീട്ടിയിട്ടില്ല. ആരും മക്കളുടെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞ് എനിക്കൊന്നും സമ്മാനിച്ചിട്ടില്ല. എന്റെ കുടുംബാംഗങ്ങൾക്കോ എന്റെ പ്രിയപ്പെട്ടവർക്കോ ഞാൻ സ്നേഹിച്ചവർക്കോ എന്റെ ചാർച്ചക്കാർക്കോ ആർക്കും ഞങ്ങളാണ് സഹായിച്ചതെന്ന് എന്ന് പറയാൻ അവസരം ഉണ്ടാക്കാതെ ആ രാത്രിയിൽ എന്റെ വലങ്കരത്തിൽ പിടിക്കാമെന്ന് പറഞ്ഞ എന്റെ അപ്പൻ ആ കാര്യങ്ങളെല്ലാം ഭംഗിയായി ചെയ്യുവാനിടയായി. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല പറയാൻ. ഏത് സാഹചര്യത്തിന്റെ നടുവിലാണ് ഇവിടം വരെ എത്തിയതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല പറയാൻ. ഇന്നും ആഗ്രഹം ഒന്നേ ഉള്ളൂ. കൈപ്പേറിയ കനൽ വഴികളിലൂടെ നടന്നു വന്നപ്പോ ഒറ്റയ്ക്ക് പ്രയാസമാ അപ്പായേ എന്ന് പറഞ്ഞ സാഹചര്യങ്ങൾ ഒത്തിരി എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ഒറ്റയ്ക്ക് പ്രയാസമാ അപ്പാ. 1000 പ്രാവശ്യം കരഞ്ഞിട്ടുണ്ട്, കൂടെ വരണേ, എനിക്ക് ഒറ്റയ്ക്ക് പ്രയാസമാ.
എനിക്ക് പറ്റില്ല, എന്റെ കൂടെ വരണമെന്ന് പറഞ്ഞു കരഞ്ഞ 1000 അനുഭവങ്ങൾ. പക്ഷെ അതിന്റെയൊക്കെ നടുവിൽ മാനുഷികമായ നിലയിൽ ആരും വരാനില്ലാതിരുന്നപ്പോൾ, മാനുഷികമായ നിലയിൽ എന്റെ ഹൃദയത്തിനകത്ത് നീറിപ്പുകഞ്ഞ വേദനകൾ ആർക്കും മനസ്സിലാകാതിരുന്നപ്പോ, ഞാൻ ആ വാക്ക് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ കടന്നു പോകുന്ന മാനസിക സംഘർഷങ്ങൾ, അനുഭവിക്കുന്ന വേദനകൾ ആർക്കും മനസ്സിലാക്കാൻ പറ്റാതിരുന്നപ്പോ, എന്റെ പ്രാണപ്രിയൻ എന്റെ അടുക്കൽ വന്നു നിന്നു. ഒരു സെക്കൻഡ് പോലും എന്നെ വിട്ടിട്ട് പോകാതെ. അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ എന്റെ മക്കളുടെ വിദ്യാഭ്യാസം പൂർത്തിയാക്കി. ഇന്ന് കേൾക്കുമ്പോൾ ദാവീദ് പറഞ്ഞ വാക്കിനോട് ചേർന്ന് നിന്ന് പറയാം, ഞങ്ങൾ പലർക്കും ഒരു അത്ഭുതമാ. അത്ഭുതമാകണമെങ്കിൽ മറ്റൊന്നും ചെയ്യണ്ട, അപ്പന്റെ കൂടെ ഇരുന്നാ മതി. അത്ഭുതമാകണമെങ്കിൽ മറ്റൊന്നും ചെയ്യണ്ട, ആ സാന്നിധ്യത്തിനകത്ത് വസിച്ചാൽ മതി. അത്ഭുതമാകണമെങ്കിൽ നിങ്ങളോ, നിങ്ങളുടെ തലമുറകളോ, നിങ്ങളുടെ ശുശ്രൂഷയോ, നിങ്ങളുടെ ജീവിതമോ അത്ഭുതമാകണമെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ, നിന്ദിച്ചവരുടെ മുമ്പിൽ, പഴിച്ചവരുടെ മുമ്പിൽ, ഒറ്റപ്പെടുത്തിയവരുടെ മുമ്പിൽ, മാനസിക വ്യതകൾ മനസ്സിലാക്കാത്തവരുടെ മുമ്പിൽ, കൂടെ നിൽക്കാത്തവരുടെ മുമ്പിൽ, വിടക്കം തന്നെ മാറ്റി നിർത്തുന്നവരുടെ മുമ്പിൽ, ബാധ്യത എന്ന് പറഞ്ഞ് പുറത്താക്കുന്നവരുടെ മുമ്പിൽ നിങ്ങളും നിങ്ങളുടെ കുടുംബങ്ങളും അത്ഭുതമാകണമോ? അപ്പന്റെ സാന്നിധ്യത്തിനകത്ത് കയറി നിന്നാൽ മതി. ആ സ്നേഹത്തിനകത്ത് കയറി നിന്നാൽ മതി. ആ ക്രൂശിന്റെ ചുവട്ടിൽ നിന്ന് വീണ് കിടന്നാൽ മതി. പ്രിയരെ, എന്റെ ജീവിതത്തിന്റെ അനുഭവമാ പറയുന്നത്. എന്റെ മക്കള് രണ്ടുപേരും പഠിച്ചു. കൃപയാൽ ആ രാജ്യത്ത് ചെന്ന് അവരുടെ ഗ്രാജുവേഷൻ കാണാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. ഞങ്ങൾ കൊടുത്തിട്ടാണ് അവർ പഠിച്ചതെന്നോ, ഞങ്ങൾ സഹായിച്ചിട്ടാണ് അവരിവിടം വരെ എത്തിയതെന്നോ ആർക്കും പറയാൻ അവസരം കൊടുക്കാതെ എന്റെ സ്വർഗം ആ കാര്യങ്ങൾ കൃത്യമായി ചെയ്യുവാനിടയായി തീർന്നു. ഞാൻ അറിഞ്ഞിട്ടില്ലാത്ത, ഞാൻ കണ്ടിട്ടില്ലാത്ത, ഞാൻ കേട്ടിട്ടില്ലാത്ത ഒരുപാട് രാജ്യങ്ങളിലുള്ള, ദേശങ്ങളിലുള്ള വ്യക്തികളെ എഴുന്നേൽപ്പിച്ച് ഞങ്ങൾക്ക് വേണ്ടി ഏലിയാവിനെ കാക്കയെ കൊണ്ട് പോഷിപ്പിച്ചതുപോലെ ഞങ്ങൾക്ക് വേണ്ടി സ്വർഗം കരുതുവാനിടയായി തീർന്നു. ഇന്ന് എന്റെ മക്കള് രണ്ടുപേരും കൃപയാൽ മൂത്ത മോളെ വിവാഹം കഴിഞ്ഞു. ഇരട്ടയിൽ മൂത്ത മോടെ വിവാഹം കഴിഞ്ഞു. അവർ സന്തോഷത്തോടെ രണ്ടുപേരും ആയിരിക്കുന്നു. പഠനത്തോടുള്ള ബന്ധത്തിൽ എന്റെ മോളായിരിക്കുന്നു, മോൻ ജോലിയോടുള്ള ബന്ധത്തിലായിരിക്കുന്നു. രണ്ടാമത്തെ മോള് ഇവിടുത്തെ എക്സാം എഴുതി പാസ്സായി എറണാകുളം ജനറൽ ഹോസ്പിറ്റലില് ഇന്റേൺഷിപ്പിന് വേണ്ടി കഴിഞ്ഞ മാസം ജോയിൻ ചെയ്യുവാൻ ദൈവം ഇടയാക്കി. ആ ഹോസ്പിറ്റലിൽ കയറുമ്പോൾ എന്റെ ഹൃദയം വിങ്ങാറുണ്ട്. ആ ഒരു കാര്യം കൂടെ സാക്ഷ്യമായി പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകളെ ഉപസംഹരിക്കാം. എന്റെ മൂന്നാമത്തെ മേജർ അറ്റാക്ക് എറണാകുളത്ത് ഞങ്ങൾ താമസിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് വന്നത്. പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകാൻ സാമ്പത്തിക സാഹചര്യങ്ങളില്ല. 2017 അതിഭയങ്കരമായ മൂന്നാമത്തെ മേജർ അറ്റാക്ക് എന്റെ ജീവിതത്തിൽ വന്നു. ആദ്യത്തത് 2005 ഡൽഹിയിൽ വെച്ച്, രണ്ടാമത് 2012 നാട്ടിൽ വെച്ച്, മൂന്നാമത്തത് 2017 എറണാകുളത്ത് വെച്ച്. ആ സമയത്ത് എന്റെ ഇളയ മോള് എന്റെ കൂടെ ഉണ്ട്. അവൾ ഒരു യൂബർ ടാക്സി വിളിച്ച് എന്നെ കൊണ്ടുപോയത് എറണാകുളം ജനറൽ ഹോസ്പിറ്റലാണ്. ഞാൻ ഇന്നലെ എന്ന വണ്ണം ഇന്നും ഓർക്കുന്നു. അവർ കാഷ്വാലിറ്റിയിൽ കൊണ്ടുപോയി. ഹാർട്ട് ബീറ്റ് ഒത്തിരി കൂടുതലാ. എഴുന്നേറ്റ് ആളിനി ജീവിതത്തിലേക്ക് വരുമോ എന്ന് പോലും പറയാൻ പറ്റത്തില്ലാത്ത വിധത്തിൽ മേജർ അറ്റാക്കാ. കുളിച്ച് 13 സ്ഥലത്ത് കൈകാലുകളിൽ പ്രിക്ക് ചെയ്തിട്ടും ഞരമ്പ് കിട്ടാതെ പകച്ചു നിന്ന ഡോക്ടേഴ്സ് രാത്രി അർദ്ധരാത്രിയുടെ സമയത്ത് അനസ്തറ്റിക്സിനെ വിളിച്ചു. NSCCUലേക്ക് ഷിഫ്റ്റ് ചെയ്തു. എന്റെ മോൾ ഇതിനൊക്കെ സാക്ഷിയാ. NSCCUലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഞാൻ CCUവിന്റെ ബെഡില് എന്റെ വസ്ത്രങ്ങളെല്ലാം അഴിച്ചു മാറ്റി ICUവിന്റെ വസ്ത്രം ധരിപ്പിച്ച് ശരീരത്തിൽ മുഴുവനും കാർഡിയാക് മോണിറ്റർ എല്ലാം, ഡിഫിബ്രിലേറ്റർ എല്ലാം സെറ്റ് ചെയ്ത് വെന്റിലേറ്റർ തയ്യാറാക്കിക്കൊണ്ട് ഒരു അനസ്തറ്റിക്സിനെ വിളിച്ചിട്ട് പറഞ്ഞു, സാറെ സെൻട്രൽ ലൈനോ എന്തെങ്കിലും ഇട്ടിട്ട് വേഗത്തിൽ വെന്റിലേറ്ററിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം, അത്തരത്തിൽ ക്രിട്ടിക്കൽ ആയിട്ടൊരു പേഷ്യന്റ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ആ സമയം വരെ അവർ മാനുവൽ ECGയും ട്രോപ്പയും ഒത്തിരി ടെസ്റ്റുകളും ഒരുപാട് ഇൻവെസ്റ്റിഗേഷൻസ് എല്ലാം അവർ ചെയ്യുന്നുണ്ട്. കാർഡിയാക് മോണിറ്റേഴ്സ് എല്ലാം എന്റെ ശരീരത്തിൽ ഘടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ 13-ലധികം പ്രാവശ്യം കുത്തിയിട്ടും എന്റെ ശരീരത്തിൽ ഒരു ഞരമ്പ് കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞില്ല. അർദ്ധരാത്രി അനസ്തറ്റിക്സ് വരാൻ അല്പസമയം മാത്രം ബാക്കിയുണ്ട്. ഈ നേഴ്സുമാരും ഡോക്ടർമാരും കൂടെ വന്ന് എന്റെ ഷോൾഡറിൽ ഇങ്ങനെ തട്ടിയിട്ട് ചോദിക്കും, ആൻസി ഓക്കെ ആണോ? കാരണം അവർക്ക് ഭയം, ഒരു സൈലന്റ് അറ്റാക്ക് വന്നാൽ ഞാൻ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടും. എന്റെ മോനടുത്ത് നിന്ന് അവർ ഹൈ റിസ്ക് കൺസെന്റ് എഴുതി വാങ്ങിച്ചു. ഈ
അമ്മയ്ക്ക് എന്ത് സംഭവിച്ചാലും ആശുപത്രി അധികൃതരോ ഉത്തരവാദികളല്ല എന്ന് എന്റെ കുഞ്ഞിന്റെ അടുക്കൽ നിന്ന് അവർ എഴുതി വാങ്ങിച്ചു. ഒറ്റയ്ക്ക് പ്രാർത്ഥനയോടെ എന്റെ കുഞ്ഞ് ഐസിയുവിന്റെ വാതിൽക്ക് സിസിയുവിന്റെ വാതിൽക്കൽ നിൽക്കുകയാ. ആ സമയത്ത് എപ്പോഴോ ഒരു ഡോക്ടർ വന്ന് എന്റെ ഷോൾഡറിൽ തട്ടി, ആൻസി ഓക്കെ ആണെന്ന് ചോദിച്ച ചോദ്യം ഇച്ചിരി കനത്തുപോയി എന്ന് എനിക്കങ്ങ് തോന്നുകയാ. ആ ശബ്ദത്തിൽ ഞാൻ പൂർണ്ണമായി ഉണർന്നു കഴിഞ്ഞപ്പോൾ അന്ന് ഞാൻ ഓർക്കുന്നു, കലിയൂർ അപ്പോസ്തലിക് ചർച്ചില് കർത്താവിന്റെ വചനം സംസാരിച്ചിട്ട് വന്ന അന്ന് രാത്രിയാ. ആ രാത്രി ഞാൻ എന്റെ അപ്പായോട് പറഞ്ഞപ്പാ, എനിക്ക് ഈ വേദന ഭയങ്കര പാടാ, എനിക്കിത് സഹിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാ, ഇതിനകത്ത് ഞാൻ ഓവർകം ചെയ്യുമോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. ഹാർട്ടിന്റെ വെയിനോടിന്റെ ഭാഗത്താണ് ബ്ലോക്ക്, ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് ഡോക്ടേഴ്സ്മാർ എന്നോട് പറഞ്ഞിരിക്കുന്ന സാഹചര്യത്തില് ഇനി എനിക്ക് ബുദ്ധിമുട്ടാ ഡാഡി, ഒന്നെങ്കിൽ എന്നെ ശുദ്ധീകരിച്ച് അങ്ങ് എടുക്കണം, എന്നെ പൂർണ്ണ സൗഖ്യമാക്കണം, അതും വിത്തൗട്ട് എനി മെഡിക്കേഷൻ എന്ന് ഞാൻ എന്റെ പ്രാണപ്രിയനോട് പ്രാർത്ഥിച്ചത് മാത്രമേ ഓർക്കുന്നുള്ളൂ. അതുവരെ ഉണ്ടാകാത്ത ഒരു സിവിയർ ചെസ്റ്റ് പെയിൻ എനിക്ക് വന്നു. ആ വേദനയുടെ കാഠിന്യത്തിൽ ഞാൻ ബെഡിൽ നിന്ന് പൊങ്ങിപ്പോയി. എന്റെ കൂടെ ആ ഹോസ്പിറ്റലിനകത്തുണ്ടായിരുന്ന ഐസിയുലെ ഡോക്ടർമാരും സ്റ്റാഫും ഒക്കെ എന്നെ ബലമായി പിടിച്ച് ആ കട്ടിലിൽ കിടത്തിയത് ഞാൻ ഓർക്കുന്നുണ്ടോ. അപ്പോഴേക്കും ഞാൻ ഫുൾ കോൺഷ്യസ് ആയി. ഏതാണ്ട് മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ ആ മോണിറ്ററിലെല്ലാം വേരിയേഷൻസ് കാണിക്കാൻ തുടങ്ങി. ECG അതുവരെ കാണിച്ചതിനേക്കാളും വളരെ നോർമൽ എന്ന രീതിയിൽ കാണിക്കാൻ തുടങ്ങി. ഡോക്ടേഴ്സിനും സ്റ്റാഫിനും എല്ലാം അത്ഭുതമായി. അവർ ഓർത്തു എന്റെ ശരീരത്തിൽ ഒട്ടിച്ചു വെച്ചിരുന്ന ഇലക്ട്രോഡ്സ് എല്ലാം ഇളകിപ്പോയത് കൊണ്ടാണെന്ന് കരുതി. അവർ വീണ്ടും അതെല്ലാം പറിച്ചു കളഞ്ഞിട്ട് അടുത്തത് ഒട്ടിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് അനസ്തീഷ്യ തരാൻ അല്ലെങ്കിൽ വെന്റിലേറ്ററിലേക്ക് എന്നെ ഷിഫ്റ്റ് ചെയ്യാനായിട്ട് വന്ന ആ ഡോക്ടർ വാതിൽക്കൽ വന്നു. ആ ഡോക്ടർ ചോദിച്ചു, ഈ പേഷ്യന്റിന് കുഴപ്പമൊന്നും ഇല്ലാതെ എന്തിനാ എന്നെ ഈ രാത്രി വിളിച്ചു വരുത്തിയതെന്ന് ചോദിച്ചു. ഉടനെ സിസ്റ്റർ പറഞ്ഞു, അല്ല സാറേ, ഇത്രയും നേരം ഭയങ്കര പ്രശ്നമായിരുന്നു, ഇപ്പോഴും ഒരു ചെസ്റ്റ് പെയിൻ വന്നതേ ഉള്ളൂ, ഞാൻ ആ റിപ്പോർട്ട് കാണിക്കാമെന്ന് പറഞ്ഞ് അവർ ആ റിപ്പോർട്ട് എടുക്കാനായിട്ട് കൗണ്ടറിലേക്ക് ഓടിപ്പോയ സമയത്ത് ഡോക്ടറിനോട് ചോദിച്ചു, നീ ഒരു പെന്തക്കോസ്തുകാരിയാണോ? ഞാൻ പറഞ്ഞു അതെ സാർ. അടുത്ത് ചോദിച്ചു, നീ യേശുവിലാണോ വിശ്വസിക്കുന്നേ? ഉടനെ ഞാൻ പറഞ്ഞു അതെ സാർ. ഉടനെ അദ്ദേഹത്തിന്റെ ഉടനെയുള്ള മറുപടി, എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ 2ാം പ്രാവശ്യമാ ആ പുള്ളി വന്ന് ഇങ്ങനെ ഒരു മിറക്കിൾ ചെയ്തിട്ട് പോയത്. നിന്റെ ഹാർട്ടിന് ഒരു പ്രശ്നവുമില്ല, വെന്റിലേറ്ററിന്റെ ആവശ്യവുമില്ല എന്ന് അദ്ദേഹം പറയുവാനിടയായി തീർന്നു. പ്രിയരെ, അന്ന് എന്റെ ആ ബ്ലോക്ക് പൂർണ്ണമായി മാറിയതാ. ഇന്നിപ്പോൾ വർഷം എത്ര? 2017 ആ സൗഖ്യം എന്റെ മൺകൂടാരത്തിൽ വ്യാപരിച്ചത്. 2025 കഴിഞ്ഞു. അതിൻ്റെതായിട്ടുള്ള യാതൊരു പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഒരു സിംഗിൾ മെഡിസിൻസോ ഇന്ന് ഞാൻ റെഗുലർ ആയിട്ട് എടുക്കുന്ന ഒരു വ്യക്തിയല്ല. എനിക്ക് ഒരു മെഡിക്കേഷനും എടുക്കേണ്ട ആവശ്യം ഇന്ന് വരെ കൃപയാൽ വന്നിട്ടില്ല. ഞാൻ പറഞ്ഞു വന്നത്, അതേ ഹോസ്പിറ്റലില്, അതേ ICUവില്, അതേ കാഷ്വാലിറ്റിയിൽ ഒരു പകലും കൂടെ, ഒരു ദിവസവും കൂടെ കാണാൻ എന്നെ ഭൂമിയിൽ ശേഷിപ്പിക്കത്തില്ല എന്ന് വെല്ലുവിളിച്ച ആ രോഗാത്മാവിന്റെയും പൈശാചിക മണ്ഡലവും കീഴ്പ്പെടുത്താൻ ശ്രമിച്ച അതേ സ്ഥാപനത്തില്, അതേ സ്ഥലത്ത് ഒരു ഡോക്ടറായി ഉന്നത പദവിയിൽ എന്റെ കുഞ്ഞിന് ഇന്റേൺഷിപ്പ് ആണെങ്കിൽ പോലും ചെയ്യാൻ ദൈവം ഭാഗ്യം ഒരുക്കി. എന്റെ അപ്പ, ഞാൻ ആദ്യം ഒരു സെന്റൻസ് നിങ്ങളോട് പറഞ്ഞു, അപ്പ ആർക്കും കടക്കാരനല്ല, അപ്പ ആർക്കും കടക്കാരനല്ല. എന്റെ വാക്കുകളെ ഉപസംഹരിക്കുകയാ. എന്റെ മൂത്ത മോടെ വിവാഹം കഴിഞ്ഞു. 2ാമത്തെ മോൾ എറണാകുളം ജനറൽ ഹോസ്പിറ്റലില് ഹൗസ് സർജൻസി ചെയ്തുകൊണ്ടിരിക്കുകയാ. കർത്താവിന്റെ മഹത്വമുള്ള വേലയിൽ പെട്ടകവുമായി അപ്പനയക്കുന്ന സ്ഥലത്ത്, അപ്പനയക്കുന്ന ദേശത്ത്, അപ്പനയക്കുന്ന രാജ്യത്ത്, അപ്പൻ എവിടെയൊക്കെ ആഗ്രഹിക്കുന്നു അവിടെയൊക്കെ വിശ്വസ്ത സാക്ഷിയായി, ഒന്നും ഭൂമിയിൽ പ്രതീക്ഷിച്ചല്ല. ഞാൻ ഇപ്പോഴും വാടകയ്ക്കാ താമസിക്കുന്ന, എനിക്ക് ഇതിനകത്ത് ആശങ്കയില്ല. കാരണം കൈപ്പണിയില്ലാത്തൊരു നിത്യഭവനം എന്റെ പ്രാണപ്രിയൻ, എന്റെ മണവാളൻ എനിക്ക് വേണ്ടി ഒരുക്കുന്നുണ്ട്. എന്നാൽ ആവോളം എത്രത്തോളം എന്നെ കൊണ്ട് സാധിക്കുമോ അതിനേക്കാൾ ഒരുപടിയും കൂടെ കടന്ന് എന്റെ പ്രാണപ്രിയനെ ഉയർത്തുക എന്നൊരൊറ്റ ചിന്ത മാത്രമേ ഇപ്പോഴെന്റെ മുമ്പിലുള്ളൂ. പ്രിയരെ, നിങ്ങളെ കർത്താവ് അനുഗ്രഹിക്കും, നിങ്ങളെ കർത്താവ് മാനിക്കും. ഒരു കാര്യം മാത്രം മറക്കാതെ ജീവിതത്തിൽ ചെയ്യണം, ഈ അപ്പനെ വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. ഈ സാന്നിധ്യത്തിൽ നിന്ന് ഒരു ലെവലേശം പോലും അകന്നു പോകരുത്. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ രാജേഷ് എലപ്പാറ എഴുതിയ ഒരു പാട്ട് എന്റെ ഓർമ്മയിലേക്ക് വരികയാണ്. എനിക്ക് പാടാനൊന്നും അറിയത്തില്ലെങ്കിൽ ഞാൻ പറയാം, ഒരു തരി പോലും പ്രാണപ്രിയനോടുള്ള സ്നേഹം കുറയരുത്. അപ്പൻ നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. അപ്പന്റെ സ്നേഹത്തിന്റെ പ്രദർശനം താൻ ക്രൂശിൽ വെളിപ്പെടുത്തിയതാ. എന്നാൽ ഇന്ന് പകൽ ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ, എന്റെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ, ഈ വാക്കുകൾ ഹൃദയത്തിൽ കേട്ട വ്യക്തി ജീവിതങ്ങൾ ഒന്ന് വലതുകരം നെഞ്ചത്ത് വെച്ച് സ്വയം ചോദിച്ചേ, നമ്മൾ എത്രത്തോളം അപ്പായെ സ്നേഹിക്കുന്നുണ്ട്? പ്രാണപ്രിയന് നമ്മളോട് സ്നേഹമുണ്ട്, അത് ക്രൂശിൽ പ്രദർശിപ്പിച്ചതാ. പ്രാണപ്രിയന് നമ്മളോട് കരുതലുണ്ട്, അതും ക്രൂശിൽ കാണിച്ചു തന്നതാ. സ്വന്തം പുത്രനെ
ആദരിക്കാതെ നമുക്ക് വേണ്ടി തന്നവന്റെ കരുതൽ എത്ര ആഴമാണെന്ന് പകൽ ഓർക്കണം. അത് ഓർക്കുമ്പോൾ സ്വയം ഒന്ന് അനലൈസ് ചെയ്തേ, സ്വയം ഒന്ന് ശോധന ചെയ്തേ. ആ കാൽവറി ക്രൂശിൽ അവസാനത്തുള്ളി രക്തം വരെയും എനിക്ക് വേണ്ടി ചിന്തിയ മണവാളനെ ഞാൻ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട്, ഞാൻ എന്ത് വില കൊടുക്കുന്നുണ്ട്, ഞാൻ എന്ത് പകരം കൊടുക്കുന്നുണ്ട്. ഇന്ന് പകൽ ആ ചോദ്യം നിങ്ങൾക്ക് സസ്പെൻസ് ആക്കിക്കൊണ്ട് നിങ്ങൾ ആൻസർ പറയത്തക്ക രീതിയിൽ നിങ്ങളുടെ മുമ്പിൽ ഇട്ടുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുക. ആരോമ ടി വി പ്രേക്ഷകരോട് ഹൃദയത്തിന്റെ ഭാഷയിൽ കൈകൂപ്പിക്കൊണ്ട് ഒരു കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ: ഈ പ്രാണപ്രിയനെ വിട്ടുമാറരുതേ, ഈ സാന്നിധ്യത്തിനകത്ത് നന്യപ്പെട്ടു പോകരുതേ. ഒരു വിളിയെ വിളിക്കുന്നുള്ളൂ എങ്കിലും സത്യമായി വിളിക്കാൻ ഇടയാക്കണേ. നമുക്ക് ആരോമ ടി വി പ്രേക്ഷകർ എല്ലാവരും ഒന്നിച്ച് നമുക്ക് ഇങ്ങനൊന്ന് പറഞ്ഞാലോ? മഗ്ദലനക്കാരത്തി പറഞ്ഞതുപോലെ എന്റെ കർത്താവ്, പൗലോസ് പറഞ്ഞതുപോലെ എന്റെ ഉടയവൻ, ദാവീദ് പറഞ്ഞതുപോലെ യഹോവ എന്റെ ഇടയൻ, ഏലിയാവ് പറഞ്ഞതുപോലെ ഞാൻ നിന്റെ ദാസൻ, നീ എന്റെ ദൈവം, നഹൂം പ്രവാചകൻ പറഞ്ഞതുപോലെ എന്റെ ദൈവം. ഈ വാക്കുകളൊക്കെ ഞാൻ എടുത്തു പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? അവൻ എന്റെതെന്ന് പറയുന്ന ഒരു ഇന്റിമസി, അപ്പ എന്റേതാന്ന് പറയുന്ന ഒരു ആത്മബന്ധം, ആരാലും തടുക്കാനാവാത്ത, ആരാലും തടയാനാവാത്ത, ആരാലും അകറ്റാനാവാത്ത, ആ മൂന്നാമതൊരാൾ അതിന്റെ നടുക്ക് കയറുവാൻ സാധ്യതകളില്ലാത്ത, അവസരങ്ങളില്ലാത്ത ആരോമ ടി വി പ്രേക്ഷകർ ഇന്ന് മുതൽ എൻ്റെ അപ്പനുമായിട്ട് വേണം കേട്ടോ. എൻ്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹമാ ആ ഒരു ഇന്റിമസി കീപ്പ് ചെയ്യണം, ആ ഒരു ഇന്റിമസിയിൽ ജീവിക്കണം, ആ ഒരു ഇന്റിമസിയിൽ പ്രസംഗിക്കണം, ആ ഒരു ഇന്റിമസിയിൽ ശുശ്രൂഷിക്കണം. ആ ഇന്റിമസിയോട് കൂടെ എൻ്റെ പൊന്നു മണവാളന്റെ പൊന്നു മുഖം കാണാനുള്ള തിടുക്കത്തിൽ ആ സന്നിധിയിൽ ചേരണം. സർവാംഗ സുന്ദരൻ, 10,000 പേരിൽ അതിശ്രേഷ്ഠൻ നമ്മളെ ചേർക്കാൻ വരാൻ സമയമായി. തിടുക്കത്തോടെ, ആത്മാർത്ഥതയോടെ, ആത്മാവിന്റെ നിറ സാന്നിധ്യത്തോടെ, ആ ആത്മബന്ധത്തോടെ അപ്പന് വേണ്ടി ജീവിക്കാൻ ഈ വാക്കുകൾ നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ആരോമ ടി വി പ്രേക്ഷകരന്റെ ശബ്ദം കേട്ടു എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ ക്രിസ്തുവിൽ ശരണപ്പെടുകയാണ്. എന്നോട് ചേർന്ന് അപ്പയോട് ചില വാക്കുകൾ പ്രാർത്ഥിക്കാൻ, എന്നോട് ചേർന്ന് അപ്പയോട് ചില തീരുമാനങ്ങൾ എടുക്കാൻ, എന്നോട് ചേർന്ന് ആ ആഴത്തിലുള്ള ആത്മബന്ധത്തിലേക്ക് അടുത്തു വരാൻ, ഒരിക്കലും കൈവിടാത്ത, ഒരിക്കലും മാറിപ്പോകാത്ത, പെറ്റ ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ മറന്നാലും മറക്കത്തില്ലെന്ന് പറഞ്ഞ അതിനേക്കാളും സ്ട്രോങ്ങസ്റ്റ് വാക്തത്വമാ ലോകാവസാനത്തോളം എല്ലാ നാളും കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞത്. ആ വാക്തത്വങ്ങളെ ഹൃദയത്തിനകത്ത് ഏറ്റെടുത്തുകൊണ്ട് എന്നോട് ചേർന്ന് ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ നിങ്ങൾ എത്ര പേര് തയ്യാറാകും? കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. എൻ്റെ അപ്പായെ, അങ്ങയുടെ നാമത്തിന് മഹത്വം. പാതപിടത്തിലായിരിക്കാൻ ഞങ്ങളെ സഹായിച്ചതിന് നന്ദി പറയുന്നു. ഈ മാധ്യമത്തിലൂടെ എന്നെ കേട്ട മുഴുവൻ പ്രിയപ്പെട്ടവരെയും ക്രൂശിന്റെ ചുവട്ടിൽ സമർപ്പിക്കുന്നു ഡാഡി. കരം പിടിക്കണമേ, കൂടെ ഇരിക്കണമേ, തളരുമ്പോൾ താങ്ങായി, തണലായി, കനൽ വഴികളിലൂടെ നടക്കുമ്പോൾ ആശ്വാസമായി. ഓ ഹല്ലേലൂയ. കരയുമ്പോൾ കൂടെ കരയുന്നവനായി, മാറോടക്കി പിടിച്ച് ആശ്വസിപ്പിക്കുന്നവനായി, ഒരു കുഞ്ഞിനെ തന്റെ പിതാവ് കയ്യിൽ പിടിച്ച് നടത്തുന്നത് പോലെ കയ്യിൽ പിടിച്ച് നടത്തുന്ന സ്നേഹത്തിന്റെ ആഴം എൻ്റെ പ്രിയപ്പെട്ടവർ, ഈ ശബ്ദം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരുടെ ഹൃദയത്തിന്റെ അകത്തും ആഴത്തിൽ പതിയുവാൻ, ആഴത്തിൽ അങ്ങേ സ്നേഹിക്കുവാനും എൻ്റെ പ്രിയരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ക്രൂശിന്റെ ചുവട്ടിൽ ഞാൻ ഇവരെല്ലാം ഏൽപ്പിച്ചു ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അപ്പയ്ക്ക് മുഴുവൻ മഹത്വവും, അപ്പയ്ക്ക് മുഴുവൻ മഹത്വവും, അപ്പയ്ക്ക് മുഴുവൻ മഹത്വവും. കാൽവറി ക്രൂശിൽ ഞങ്ങൾക്ക് വേണ്ടി പരമയാഗമാകുവാൻ ഏൽപ്പിച്ചു കൊടുത്ത അപ്പായെ, എൻ്റെ മക്കളെ എല്ലാവരെയും ചേർത്ത് പിടിക്കണം, എല്ലാവരെയും നടത്തണം, എല്ലാവരുടെയും കൂടെ അങ്ങയുടെ സാന്നിധ്യം ഉണ്ടാകണം. ക്രൂശിന്റെ മറവിൽ മറയ്ക്കട്ടെ. പ്രാർത്ഥന കേട്ട സ്നേഹത്തിന് നന്ദി പറയുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ, 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 ആമേൻ. താങ്ക് യു കർത്താവിന്റെ വിലപ്പെട്ട ദാസി. വളരെ അനുഗ്രഹിക്കപ്പെട്ട, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളുടെ നല്ല ഓർമ്മകൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരോമ ടി വി പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്തത് ഓർത്ത് ദൈവത്തിന് സകല മഹത്വവും കരയേറ്റുന്നു. ദൈവത്തിന് ചില പ്രിയപ്പെട്ടവരോട് പ്രത്യേക ഇഷ്ടമാണുള്ളത്. അങ്ങനെയുള്ളവരോട് ദൈവം സംസാരിക്കുന്നത്
ഒരു ജനക്കൂട്ടത്തിന്റെ നടുവിലോ ആൾക്കൂട്ടത്തിന്റെ നടുവിലോ വെച്ചല്ല. ആ വ്യക്തിയെ ദൈവം ഒറ്റയ്ക്ക് വേറിട്ട് ദൂര സ്ഥലത്ത് കൊണ്ടുപോയി സംസാരിക്കും. നമുക്കറിയാം യോഹന്നാൻ അപ്പോസ്തലനെ പത്മോസിലേക്ക് നാട് കടത്തി. അവിടെ കൊണ്ടുവന്നാണ് യേശു കർത്താവ് യോഹന്നാനോട് സംസാരിക്കുവാനിടയായി തീർന്നു. മോശയോട് ദൈവം സംസാരിച്ചു. ആ മുൾപ്പടർപ്പിൽ പ്രത്യക്ഷപ്പെട്ടു. ഹോരേബിന്റെ മലയുടെ മുകളിലേക്ക് മോശയെ ദൈവം വഴി നടത്തി. ജോസഫിനോട് ദൈവം സംസാരിച്ചു. ദാവീദിനോട് ദൈവം സംസാരിച്ചു. തിരുവെഴുത്തുകളിൽ അബ്രഹാമിന്റെ ജീവിതം പരിശോധിച്ചാൽ ആ മോറിയ മലയുടെ മുകളിലേക്ക് ഭവനത്തിൽ നിന്ന്, ദാസന്മാരുടെ അടുക്കൽ നിന്ന്, പ്രിയപ്പെട്ടവരുടെ അടുക്കൽ നിന്ന് തന്നെ ഒറ്റയ്ക്ക് കൊണ്ടുപോയി അബ്രഹാമിനോട് ദൈവം സംസാരിച്ചു. അങ്ങനെ എത്രയെത്ര ഭക്തന്മാരെ തിരുവെഴുത്തുകളിൽ ഉടനീളം നമുക്ക് കാണുവാൻ കഴിയും. ദൈവത്തിന് പ്രിയമുള്ള ചിലരോട് അവരോട് സംസാരിക്കുവാൻ ദൈവം കൊടുത്ത തൻ്റെ മക്കളോ ഭർത്താവോ ഭാര്യയോ മാതാവോ പിതാവോ സഹോദരങ്ങളോ അവരൊക്കെ അവർക്ക് പ്രിയപ്പെട്ടവരാണെങ്കിൽ പോലും അതിനേക്കാൾ വലിയൊരു പ്രത്യേകതയാണ്, ഒരു പ്രിയമാണ് കർത്താവിന് തൻ്റെ ചില മക്കളോടുള്ളത്. സ്തോത്രം. കർത്താവിൻ്റെ ദാസിയോടുള്ളതായ കർത്താവിൻ്റെ സ്നേഹം അപ്പനും മകളും എന്ന ആ ഒരു ബന്ധത്തിലേക്ക് ആമേനെ കർത്താവ് കൂട്ടിച്ചേർത്തു. ആ ഒരു ബന്ധത്തിലേക്ക് കർത്താവ് അതിനെ ഉറപ്പിച്ചു. അതിന് ചില വിലകളൊക്കെ കൊടുക്കേണ്ടി വന്നു എന്നുള്ളത് സത്യമാണ്. എങ്കിലും കർത്താവുമായുള്ള ആ ഒരു ബന്ധത്തിലേക്ക് വരുമ്പോൾ ബാക്കിയുള്ള എല്ലാ സാഹചര്യങ്ങളും ആമേൻ നമ്മൾ മറന്നു പോകുവാൻ ഇടയായിത്തീരും. നമുക്കരയ്ക്ക് പോക എന്ന് കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറയുമ്പോൾ ഒരുപാട് പ്രതികൂലങ്ങൾ അവര് അഭിമുഖീകരിക്കേണ്ടതായി വന്നു. പക്ഷെ അതിന്റെ നടുവിലും കർത്താവ് അവരോട് ചേർന്നിരുന്ന് ധൈര്യപ്പെടുത്തി ആമേൻ അവരെ ലക്ഷ്യസ്ഥാനത്ത് കൊണ്ടെത്തിക്കുവാൻ ആമേൻ ഇടയായി തീർന്നു. പൗലോസ് അപ്പോസ്തലന്റെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ കടന്നു വന്നു. പൗലോസിനെയും പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും ഒക്കെ ഓരോരുത്തരെ മാറ്റി നിർത്തി കർത്താവ് സംസാരിക്കുവാനിടയാണ്. പത്രോസിനെ യാക്കോബിനെ യോഹന്നാനെയും കർത്താവ് വേറിട്ട് ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ നിന്ന് മാറ്റിക്കൊണ്ടുപോയി ആമേനെ സംസാരിക്കുവാൻ, അവർക്ക് പ്രത്യക്ഷപ്പെടുവാൻ, തേജസ്കരിക്കപ്പെടുവാൻ ഒക്കെ ഇടയായി തീർന്നു. അങ്ങനെ ഒത്തിരി സംഭവങ്ങൾ തിരുവെഴുത്തുകൾ കാണുമ്പോൾ ഈ കാലയളവിലും കർത്താവിന് പ്രിയമുള്ള ചിലരുണ്ട്. അവരെ കർത്താവ് മാറ്റി നിർത്തി അവരോട് വ്യക്തമായും ഹൃദ്യമായും മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി ആമേൻ അവരോട് സംസാരിക്കുന്നത് പോലെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ അരുളപ്പാടുകളെ അറിയിച്ചു കൊണ്ടിരിക്കുന്നു. കർത്താവ് തന്റെ മഹത്വമുള്ള ശുശ്രൂഷ അവരെ പരമേൽപ്പിക്കുന്നു. ശക്തമായി ഈ കാലയളവിൽ ദൈവം ചിലരെയൊക്കെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. ദൈവദാസിയെയും ദൈവം ഈ കാലയളവിൽ ആമേൻ ഒരു ശബ്ദമായി ആമേൻ ദൈവത്തിന്റെ ആമേൻ ഒരു പ്രതിപുരുഷയായി ദൈവം എന്ന് നിർത്തിയിരിക്കുന്നത് ഓർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം കരയേറ്റുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ലഭിച്ച സമയമൊക്കെ ആമേനെ കർത്താവിന് വേണ്ടി ശക്തമായി പ്രയോജനപ്പെടുവാൻ ദൈവദാസനെ ദൈവം ബലപ്പെടുത്തി. തക്ക സമയമായപ്പോൾ തൻ്റെ ഭവനത്തിലേക്ക് കർത്താവ് വിളിച്ച് വേർതിരിച്ചു. സ്തോത്രം. ഒരുപക്ഷെങ്കിൽ നമുക്ക് ആമേൻ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു വിധത്തിലൂടെയാണ് ദൈവഭൃത്യന്റെ ആമേന് വേർപാട് സംഭവിച്ചതെങ്കിലും നമ്മുടെ പ്രാണപ്രിയന്റെ ആ ക്രൂശിലെ മരണം ദൈവത്തിന് പ്രസാദമായിരുന്നു. കർത്താവ് ഏൽപ്പിച്ചു കൊടുത്തു. ആമേനെ ദൈവത്തിന്റെ നാം അതിലൂടെ മഹിമപ്പെടുവാൻ ഇടയായി തീർന്നതുപോലെ ആമേൻ നമ്മുടെ പ്രിയ കർത്താവിന്റെ ദാസനും തക്ക സമയമായപ്പോൾ തന്റെ വേലയെ തികച്ച് താൻ പ്രിയം വെച്ച കർത്താവിന്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു. എങ്കിലും കർത്താവിന്റെ ദാസിയും കുഞ്ഞുങ്ങളും ഇന്ന് ആ ശുശ്രൂഷയെ തുടരുവാൻ ദൈവം നിങ്ങളെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നല്ലോ. ദൈവം അനുഗ്രഹിക്കട്ടെ. ശക്തമായി കാലയളവില് ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ദൈവദാസിയെ സൗഖ്യത്തോടെ ആരോഗ്യത്തോടെ ദീർഘായുസോടുകൂടി കർത്താവിന് വേണ്ടി ഏറെ പ്രയോജനപ്പെടുവാൻ ദൈവം ഉപയോഗിക്കട്ടെ എന്ന് ഈ തരുണത്തിൽ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇടയ്ക്ക് പറഞ്ഞപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞത് എന്നെ വളരെ സ്പർശിക്കുവാൻ ഇടയായി തീർന്നു. സ്വാഭാവികമായിട്ട് പല പ്രൊഡക്റ്റുകളും കമ്പനികളിൽ ഉൽപ്പാദിപ്പിക്കാറുണ്ട്. എന്നാൽ ചിലർക്ക് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ഓർഡർ, സ്പെഷ്യൽ വേർഷൻ ആ കമ്പനിക്കാരോ അല്ലെങ്കിൽ ആ നിർമ്മാതാവോ ചിലപ്പോൾ നിർമ്മിക്കാറുണ്ട്. സ്വാഭാവികമായ ആമേന് മനുഷ്യ ജീവിതത്തിൽ നിന്നും വ്യത്യസ്തമായ
ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് കർത്താവിന് വേണ്ടി ആമേന് സാക്ഷ്യം വഹിക്കുവാൻ കർത്താവിന്റെ ദാസിയെ ദൈവം ആമേൻ ഒരു സ്പെഷ്യൽ ആമേൻ അഭിഷേകത്താൽ അനോയിന്റ് തന്ന് കർത്താവ് ഈ കാലയളവില് അനേകരുടെ മുൻപാകെ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നല്ലോ. ആമേൻ. അതിൽ വർദ്ധിച്ചു വരുവാൻ ഏറെ വേദികൾ അവസരങ്ങളെ കർത്താവ് ഇനി ഒരുക്കട്ടെ എന്ന് ഇത്തരണത്തിൽ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പ്രേക്ഷകരെ, നിങ്ങൾക്ക് ഈ സാക്ഷ്യം ഒരു വേറിട്ട അനുഗ്രഹമായി തീർന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. ഒരുപാട് പ്രചോദനവും വിശ്വാസവും പ്രത്യാശയും നമുക്ക് വർദ്ധിക്കുവാൻ കർത്തൃദാസിയുടെ ഈ അനുഭവങ്ങൾ മുഖാന്തരമായി തീരട്ടെ എന്ന് ഞങ്ങൾ ഇത്തരണത്തിൽ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ ഈ സാക്ഷ്യം കേട്ട ശേഷം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വിശേഷാൽ പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിൽ ഓൺലൈനിലൂടെ നിങ്ങൾക്ക് സംബന്ധിക്കാവുന്നതാണ്. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി നാം വീണ്ടും കൂടി കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com